الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم أحي قلبي بنور معرفتك يا الله. إنا نحن نزلنا الذكر وإنا له لحافظون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو الملائكة وأولو العلم قائما بالقسط. صدق الله المولانا العظيم. يوزن يوم القيامة مداد العلماء بدم الشهداء أو كما قال شفيعنا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. تعلم فإن العلم زين لأهله وفضل وعنوان لكل المحامدين. وكن مستفيدا كل يوم زيادة من العلم واصبح في البحار الفوائد. تفقه فإن الفقه أفضل قائدي إلى البر والتقوى وأعدال قاصدي. ആദമിന്നാദ്യം ചരാചര ശബ്ദങ്ങളെല്ലാം പഠിപ്പിച്ചു ലോകനാഥൻ. ആദമിന്നാദ്യം ചരാചര ശബ്ദങ്ങളെല്ലാം പഠിപ്പിച്ചു ലോകനാഥൻ. പിന്നെ മലക്കുകളോടവനാരാഞ്ഞു അന്നാമമോരോന്നും ചൊല്ലിടുവാൻ. അന്നേരമെല്ലാ മലക്കുകളും ചേർന്നിട്ടല്ലാഹുവോടീ വിധം പറഞ്ഞു. നാഥാ നീ ശ്രേഷ്ഠൻ, അറിവില്ല ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചതല്ലാതെയൊന്നും. മർത്യൻ നിസാരനാണല്ലാഹുവിൻ നിത്യസത്യപ്രകാശത്തിൻ മുന്നിലെന്നും. ആദമിന്നാദ്യം ചരാചര ശബ്ദങ്ങളെല്ലാം പഠിപ്പിച്ചു ലോകനാഥൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ.
ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ വന്യരായ ഗുരുനാഥർ ഇൽമിന്റെ വഴിത്താരയിൽ എന്നെ കൈപിടിച്ച് ഈ മേഖലയിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോയി എല്ലാ ഉന്നമനത്തിനു വേണ്ടിയും ദുആ ചെയ്ത് ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ എല്ലാ വിജ്ഞാനവും നേടിത്തന്ന് പരിശുദ്ധമായ ദാറുൽ ഹുസ്ന ദഅവാ സെന്ററിന്റെ അമരക്കാരനായി അനേകായിരം മുത്തഅല്ലിമീങ്ങൾക്ക് ഏറ്റവും താഴേക്കിടയിലുള്ള പാവങ്ങളായ മുത്തഅല്ലിമീങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നവരെ പഠിപ്പിച്ച് ഇൽമിന്റെ ഏറ്റവും വലിയ ഉന്നതമായ വഴിത്താരയിൽ സഞ്ചരിപ്പിക്കുന്ന എൻ്റെ വന്യരായ ഗുരുനാഥർ ഈ സ്ഥാപനത്തിന്റെ മേധാവി അല്ലാഹു എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഈ സ്ഥാപനം നിലനിൽക്കുന്ന ഈ സ്ഥലം നമുക്ക് വേണ്ടിയിട്ട് ഹദിയ നൽകിയ തന്റെ പിതാവിന്റെ ഖബറിന്റെ ഏറ്റവും സുന്ദരമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ ഇൽമിന് വേണ്ടിയിട്ട് തന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സംഭാവനയായി അതുല്യമായ ഒരു ഹദിയ നൽകി നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു വെളിച്ചമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞു സാർ, അതുപോലെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ അഭിവന്യന്മാരായ പണ്ഡിതന്മാരായ മുദരിസുമാർ, ഉസ്താദുമാർ, ഏറ്റവും സ്നേഹധന്യരായ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, പട്ടിമറ്റം പ്രവേശ നിവാസികളായ എൻ്റെ ഏറ്റവും നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെ ഇല്ലേ? അല്ലാഹു ആമീൻ പറയും. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. എന്നെ പരിചയമില്ലേ? ഇല്ലേ? എന്താ പരിചയമില്ലാത്തതുപോലെ ഇരിക്കുന്നത്? അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ വന്നതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ റബ്ബേ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വരുന്ന ഇലക്ഷൻ നിർണായകമാണ്. ഞങ്ങൾ രാജ്യത്തിന് നീ നീതി നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഫാഷിസത്തിന്റെ പടച്ചവനെ കാരാഗൃഹത്തിൽ അടക്കപ്പെടുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിമീങ്ങളുടെ മോചനത്തിന്, അവരുടെ ഏറ്റവും നല്ല ഭാവിക്ക് പടച്ചവനെ ഇന്ത്യ എന്ന ഞങ്ങളുടെ ഈ രാജ്യത്തെ ഏറ്റവും ജനാധിപത്യ വ്യവസ്ഥയെ ഭരിക്കുന്നതിന് വേണ്ടി അവരുടെ മുന്നണിക്ക് വേണ്ടി വിടണേ അല്ലാ. എത്രയോ പണ്ഡിതന്മാർ ദുആ ചെയ്യുന്നു, കൈവിടല്ലേ അല്ലാ. പ്രതീക്ഷ നഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. ഞങ്ങളെ സ്ഥാപനങ്ങൾ തകർക്കപ്പെടല്ലേ അല്ലാ. ഈ സമുദായത്തിൽ നിലനിൽപ്പിന് ബാധിക്കുന്ന ഒരു ഭരണകൂടത്തെ നീ ഏൽപ്പിക്കല്ലേ അല്ലാ. ആഖിബത്ത് നന്നായി മണ്ണിൽ ഇങ്ങനെ മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനേ എന്നാമുഖമായി ദുആ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സന്നദ്ധാന സമ്മേളനത്തിന്റെ ദാറുൽ ഹുസ്ന ദഅവാ സെന്ററിന്റെ സന്നദ്ധാന സമ്മേളനത്തിന്റെ 2ാമത്തെ ദിവസമാണ്. മനോഹരമായ ഒരു പ്രൗഢമായ സദസ്സാണ്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ധാരാളം ആളുകൾ ഇവിടെ വരേണ്ടവരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ദാറുൽ ഹുസ്ന ദഅവാ സെന്റർ എന്ന് പറയുന്ന ഒരു പുണ്യമായ സ്ഥാപനം പട്ടിമറ്റത്തിന്റെ ഹൃദയഭാഗമായ മാർക്കുർലോ സ്കൂളിന്റെ തൊട്ട് താഴെ നമ്മളിവിടെ ആരംഭിക്കുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് അന്ന് ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദിന്റെ പിതാവ് നിങ്ങളോടെല്ലാം വന്ന് ഈ കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ മുത്തഅല്ലിമീങ്ങൾ കുറച്ചുപേര് നിങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങൾ കൈനീട്ടിയപ്പോൾ നിങ്ങൾ മീൻ തന്നു, നിങ്ങൾ പച്ചക്കറി തന്നു, നിങ്ങൾ അരി തന്നു, നിങ്ങൾ വസ്ത്രം തന്നു, താമസിക്കാൻ സൗകര്യം തന്നു, എല്ലാം തന്ന് ഇന്ന് ഈ നിലയിലെത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കുറച്ചു മുമ്പ് ഇവിടെ നടന്നത്. ഒരു പൊന്നുമോൻ ഹാഫിളായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന എന്നറിയോ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്. ഈ കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അനവധി സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ പട്ടിമറ്റത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന പ്രൗഢമായ പട്ടിമറ്റം ജുമാ മസ്ജിദിൽ മുൻകാലങ്ങൾ പണ്ടൊക്കെ ദർസുണ്ടായിരുന്നു. അതൊക്കെ അസ്തമിച്ചു പോയപ്പോ പട്ടിമറ്റത്തിന്റെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകൾക്ക് ആശ്വാസമേകാൻ അള്ളാഹു നമുക്ക് തന്ന ഒരു നിധിയാണ് ദാറുൽ ഹുസ്ന ദഅവാ സെന്റർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സെക്കൻഡിന്റെ ഈ സമയത്തിന്റെ ഉള്ളിൽ എത്ര പേര് ഇവിടെ നിന്ന് ആലിമീങ്ങളായി കഴിഞ്ഞു. ഏറ്റവും വലിയ സന്തോഷം, ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രഭാഷണ വേദിയുടെ ആദ്യത്തെ വേദി ഈ വേദിയാണ്. ഞാൻ പ്രഭാഷണം ആദ്യം പറഞ്ഞത് ഇവിടെ നിന്നാണ്. നിങ്ങളാണ് എൻ്റെ ഏറ്റവും ഒന്നാമത്തെ ശ്രോതാക്കൾ. അന്ന് എൻ്റെ വാപ്പയുണ്ട് ഫ്രണ്ടിൽ. അവിടെ തുടങ്ങിയ ജൈത്രയാത്ര ഏറ്റവും നല്ല ബറക്കത്തിൽ നിന്ന് ഇവിടം വരെ എത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മുത്തഅല്ലിമീങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്.
ഈ പൊന്നുമോൻ ഇവിടെ നിന്ന് ഹാഫിളായി അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒരു സമുദായത്തെ അള്ളാഹു മുഴുവനും അദാബ് ചെയ്യാൻ തീരുമാനിച്ചു. ലിയബ്അസല്ലാഹു അലൈഹിമുൽ അദാബ ഹത്മൻ മഖ്ളിയാ. ഒരു വിഭാഗം നാട്ടുകാരെ അള്ളാഹു അദാബിലാക്കാൻ തീരുമാനിച്ചപ്പോ ആ നാട്ടിലെ ഒരു പൊന്നുമോൻ പഠിക്കുകയാണ്, തന്റെ കിതാബിന്റെ ഏടുകൾ തുറന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വിശുദ്ധമായ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ഒരു പൊന്നുമോൻ പഠിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫയസ്മഉല്ലാഹു തആല, പടച്ച തമ്പുരാൻ അത് കേട്ടു, ഫയർഫഉ അൻഹും ബിസബബിഹിൽ അദാബ 40 സനാ. ആ നാട്ടിൽ നിന്ന് 40 കൊല്ലത്തേക്ക് അല്ലാഹു ആ അദാബിനെ ഉയർത്തിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു നാടിനെ അള്ളാഹു അദാബ് ചെയ്യാൻ തീരുമാനിച്ചു. പട്ടിമറ്റത്ത് മഴയില്ല, കേരളത്തിന്റെ നാനാഭാഗത്തും മഴയില്ല, കുടിവെള്ളമില്ല, ശക്തമായ ചൂട്. ഇടുക്കി ജില്ലയിൽ ഒരു പ്രിയപ്പെട്ട പണ്ഡിതൻ വിളിച്ചു പറയുന്നു, കിണറ്റ് വെള്ളമില്ല ഉസ്താദേ, ഇവിടെ കനാലില്ല, കുടിക്കാൻ വെള്ളമില്ല. അള്ളാഹുവിന്റെ അദാബിന്റെ ഏറ്റവും വലിയ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുക, ഒരു നാടിനെ അള്ളാഹു അദാബാക്കാൻ തീരുമാനിച്ചപ്പോൾ ആ നാട്ടിലുള്ള ഒരു കുട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ 40 കൊല്ലത്തേക്ക് ആ നാട്ടിലുള്ള അദാബ് അല്ലാഹു മാറ്റിയെങ്കിൽ, പട്ടിമറ്റത്തുകാരാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ സ്ഥാപനം അനുഗ്രഹമല്ലേ? നമ്മുടെ നാടിന് അനുഗ്രഹമല്ലേ? എന്താ മിണ്ടാത്ത? അനുഗ്രഹമല്ലേ? അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ കോടികൾ കൊണ്ട് നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ കൊണ്ട് തള്ളി തന്നിട്ട് നടത്തുന്ന സ്ഥാപനമല്ല. അന്ന് എങ്ങനെയാണോ അതിനേക്കാൾ ഒരുപാട് പുരോഗതിയൊന്നുമില്ലാതെ ഇന്നും ഏറ്റവും നല്ല രീതിയിൽ ശാന്തമായി തന്നെ നമ്മുടെ സ്ഥാപനം പോവുകയാണ്. അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഞാൻ എന്തോരം മീൻ കഴിച്ചു, എന്തോരം ഭക്ഷണം കഴിച്ചു. നിങ്ങളെ കടയിൽ നിന്ന് വന്ന് മീൻ ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല മത്സ്യം നിങ്ങൾ തന്നു, ഏറ്റവും നല്ല ഭക്ഷണം തന്നു. അത് തന്നെയാണ് ഇന്നത്തെ ഈ മക്കളും കഴിക്കുന്നത്. സഹോദരിമാർ എത്രയോ നല്ല രീതിയിൽ സഹായിക്കുന്നു, സഹകരിക്കുന്നു. അള്ളാഹു അവനക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എന്റെ വിഷയത്തിലോട്ട് ഞാൻ കടന്നു വരികയാണ്. വിഷയം കൊടുത്തിരിക്കുന്നത് വിജ്ഞാന വിജയത്തിന്റെ പാന്താവ് എന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ളത്, നിങ്ങളുടെ മുന്നിൽ ഈ സ്ഥാപനത്തിന്റെ ഒന്നാമത്തെ ബാക്കവിയായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വാഴ്ന്നു പറയുമ്പോ ലോകത്ത് എവിടെ പോയി പറയുന്നതിനേക്കാളും സന്തോഷവും സമാധാനവും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ വിജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട് നാനാഭാഗത്ത് നിന്ന് മാതാപിതാക്കളെ വിട്ട് അബ്ദുല്ലാ ഉസ്താദിന്റെ പൊന്നുമോൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യനായ മുശാവറ അംഗമായ ഹസൻ ഫൈസി ഉസ്താദിന്റെ അനിയനായ അബ്ദുല്ലാ ഉസ്താദിന്റെ പൊന്നുമോൻ അൽതാഫ് ഇവിടുന്ന് ഖുർആൻ ഓതി ഹാഫിളായി ഇറങ്ങിയ പുണ്യമായ സദസ്സിൽ ഞാൻ പറയുക, പാവങ്ങളായ സാധുക്കളായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും നോക്കാനില്ലാത്ത, വാപ്പ മരണപ്പെട്ടു പോയ ഉമ്മയില്ലാത്ത, ഉള്ളവരാണെങ്കിൽ സാമ്പത്തികമായി ഏറ്റവും ഞെരുക്കനും അനുഭവിക്കുന്ന കൂടുതലും മക്കൾ, അങ്ങനെയുള്ള മക്കളെ ഉസ്താദ് ഏറ്റെടുത്ത് പഠിപ്പിച്ച് സുന്ദരമായി കൊണ്ടുപോയി നിലയിലെത്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഏറ്റവും വലിയ പങ്ക് നിങ്ങൾക്ക് തന്നെയാണ്. അലി ഉസ്താദെ കയറിയിരിക്കാം, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള പ്രവർത്തനത്തിന്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇൽമിന്റെ പ്രാധാന്യം എന്തെന്നറിയോ? ദാറുൽ ഹുസ്ന പട്ടിമറ്റത്ത് സ്ഥാപിച്ചപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് എല്ലാം കൊടുത്ത് നെഞ്ചിലേറ്റിയ പട്ടിമറ്റത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയ ഒരു നാട്ടിലായിട്ട് പോലും ഈ കുഗ്രാമത്തിന്റെ ഉള്ളിൽ, ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഇത്രയും പേര് വന്ന് നിറഞ്ഞിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖുർആന്റെ ആയത്ത് ഓതി കേൾപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ ഈ മണ്ണിൽ നടക്കുന്നത്? ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം രേഖപ്പെടുത്തുമ്പോ ഒന്നാമതായിട്ട് കൊണ്ടുവന്ന ഒരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇൽമിന്റെ പവർ എന്തെന്നറിയോ സഹോദരങ്ങളെ, സഹോദരിമാരെ? ഒരു നാട്ടിൽ ഇൽമുണ്ടായാലുള്ള ഗുണങ്ങൾ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്.
അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറയാണ് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ആരാധനയില്ലെന്ന് സാക്ഷ്യം വഹിക്കൂ വൽ മലായിക അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് സാക്ഷ്യം വഹിക്കൂ വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് നീതി നിലനിർത്തുന്ന ആലിമീങ്ങളെ കൊണ്ട് സാക്ഷ്യം വഹിക്കൂ അല്ലാഹുവിന്റെ ഖുർആൻ പറയാ സൂറത്ത് ആൽ ഇംറാനിലെ 18-ാമത്തെ ആയത്ത് ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹി ഈ ആയത്ത് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് ഇൽമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ആയത്ത് കൊണ്ടുവരാനുള്ള കാരണം എന്തെന്നറിയോ സൂറത്തു ആൽ ഇംറാനിലെ 18-ാമത്തെ ആയത്ത് ഓതിയിട്ട് ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാ ഈ ആയത്ത് ഞാൻ കൊണ്ടുവരുന്നതിന്റെ കാര്യം എന്തെന്നറിയോ ഒന്നാമതായിട്ട് അല്ലാഹ് പറഞ്ഞത് അല്ലാഹനെ തന്നെയാ ഈ പ്രപഞ്ചം ഇങ്ങനെയാവാൻ കാരണക്കാരൻ അല്ലാഹയാ ആ അല്ലാഹു രണ്ടാമത് പറഞ്ഞത് അവന്റെ ഏറ്റവും വലിയ പ്രകാശത്താൽ രൂപീകൃതമായ അംലാക്കുകളെയാ എന്നിട്ട് മൂന്നാമതായിട്ട് അല്ലാഹ് പറഞ്ഞത് അമ്പിയാക്കന്മാരെയല്ല ഔലിയാക്കന്മാരെയല്ല ആബിദീങ്ങളെയല്ല സ്വാലിഹീങ്ങളെയല്ല അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങളെയാ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു കിട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ഗസ്സാലി ഇമാമിന്റെ ഹിയാങ് വായിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ ഇൽമിന്റെ മഹത്വം എന്തെന്നറിയോ നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുമ്പോ മത്സ്യവും മാംസവും അരിയും പച്ചക്കറിയും എല്ലാം നിങ്ങൾ കൊടുക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കൂടി നിങ്ങൾ അറിയണേ സഹോദരങ്ങളെ എല്ലാം നിങ്ങൾ കൊടുത്തല്ലോ സ്ഥലം കൊടുത്തല്ലോ വഴി കൊടുത്തല്ലോ സംവിധാനങ്ങൾ ഒരുക്കിയല്ലോ സഹായങ്ങൾ ചെയ്തല്ലോ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ വന്നപ്പോ ഇരുകൈ എന്നിട്ട് സ്വീകരിച്ചല്ലോ പട്ടിമറ്റത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ ആ ഇൽമിനെ നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളെ നാട്ടിൽ ഞാൻ ഇറക്കാനിരിക്കുന്ന സർവ്വ അദാബുകളുണ്ടല്ലോ സർവ്വ അദാബുകളും സർവമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ നാട്ടിൽ നിന്ന് അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ പട്ടിമറ്റത്തിന്റെ നാനാഭാഗത്ത് സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ ആളുകൾ കിടന്നുറങ്ങുകയാ ചുരുക്കം ചില നിങ്ങളെപ്പോലുള്ള നല്ല ആളുകൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുന്നതിന് മുമ്പ് പട്ടിമറ്റത്തിന്റെ മാർക്കുലോസിന്റെ താഴെയുള്ള ദാർലുസ് നടക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്കറിയുമോ 4:30 സുബ്ഹാനല്ലാഹ് ഈ പാവപ്പെട്ട കുഞ്ഞോമനകൾ എഴുന്നേൽക്കുകയാ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ പൊന്നാര മക്കൾ പൂർവാധികം ഹാഫിളീങ്ങളായി ഹിഫ്ള് പഠിക്കുന്ന 9-10 വയസ്സുള്ള നിങ്ങളുടെ മക്കൾ നല്ല ഡ്യൂറോഫ്ലെക്സ് മെത്തയിൽ കിടന്നുറങ്ങുമ്പോ ഫാന്റെ താഴത്ത് കിടന്ന് സുന്ദരമായ ഭക്ഷണം കഴിച്ചവർ ഉറങ്ങുമ്പോ വിളിച്ചുണർത്താൻ ഉമ്മയില്ല, വിളിച്ചുണർത്താൻ വാപ്പയില്ല. പാവപ്പെട്ട ഉസ്താദുമാര് നേറ്റ് പാവങ്ങളായ പൊന്നുമക്കളെ എഴുന്നേക്ക് മക്കളെ, നമുക്ക് ഖുർആൻ ഓതി പഠിക്കണ്ടേ. കണ്ണ് തിരുമിയിട്ട് 9-10 വയസ്സുള്ള പൊന്നുമക്കളെ എഴുന്നേക്കുന്നതിനെ പറ്റിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനിവിടെ പഠിക്കുകയല്ല പഠിപ്പിക്കുകയും കൂടി ചെയ്തത് കൊണ്ട് പറയാ, ആ പൊന്നോമനകളെ 1 പ്രാവശ്യം വിളിക്കുമ്പോ എഴുന്നേക്കാൻ കഴിയില്ല. പക്ഷെ ഇന്നവൻ പൊന്നുമോൻ അൽത്താഫ് ഹാഫിളായത് കണ്ടോ? 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് ഒരു പൊന്നുമോൻ ഹാഫിളാവുന്നതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടിന്റെ മാതാപിതാക്കൾക്കറിയുമോ? പട്ടിമറ്റക്കാരാ, നിങ്ങൾ കൊടുക്കുന്നത് വെറുതെയല്ല. ആ പൊന്നുമക്കൾ എഴുന്നേറ്റ് പല്ല് തേച്ച് സുബ്ഹാനല്ലാഹ് ഉളുവെടുത്തിട്ട് പുതിയ ഡ്രസ്സുകൾ നല്ലവണ്ണം വൃത്തിയായി ധരിച്ചു ഹിഫ്ളിന്റെ മുസല്ലയുടെ മുന്നിൽ പോയിട്ട് വിശുദ്ധമായ ഖുർആൻ എടുത്തു ഓതുമ്പോ പട്ടിമറ്റക്കാരാ, നമ്മൾ പലരും ഉറങ്ങുകയാ. നമ്മൾ പലരും ഉറക്കത്തിന്റെ നിദ്രയുടെ നിശീതിനിയുടെ ഏറ്റവും സുന്ദരമായ വീതിയിൽ സുരലഭിക്കുമ്പോ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഏതോ നാട്ടിൽ നിന്ന് വന്ന പൊന്നാര മക്കള് അവരിവിടെ നിന്ന് ദീൻ പഠിക്കുമ്പോ റബ്ബ് തമ്പുരാൻ പറയാ, അത് കാരണമാടാ പൊന്നുമോനെ ആ നാട്ടിലുള്ള അദാബിനെ ഞാൻ ഉയർത്തിക്കളയുന്നത്. നിനക്ക് ഭക്ഷണം കിട്ടുന്നത് എന്തെന്നറിയോ? നിനക്ക് വെള്ളം കിട്ടുന്നത് എന്തെന്നറിയോ? നിനക്ക് ഈമാൻ കിട്ടി മരിക്കാൻ ഈ കാരണക്കാരൻ ആരാണെന്നറിയോ? ആ നാട്ടിൽ ദീൻ പഠിക്കുന്ന ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞു തരുന്നത്. ഹബീബായ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? കാന യുഹദ്ദിസു ഇൻസാനാ
അതുകൊണ്ട് ഇതിനൊന്ന് വില കൽപ്പിച്ച് എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധയോടെ കേൾക്കൂ. നാനാഭാഗത്ത് നിന്ന് വന്ന മുത്തഅല്ലിമീങ്ങളാ, അവരെ പരിഗണിച്ചാലുള്ള ഫലങ്ങൾ എന്തെന്നറിയോ? ഒരാലിമ് നമ്മുടെ മുന്നിൽ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്നറിയുമോ? ഒരു മുത്തഅല്ലിമിനെ കണ്ടാൽ അവനോട് എങ്ങനെ സംസാരിക്കണമെന്നറിയുമോ? അവർ പഠിക്കുന്ന ഇൽമിന്റെ പവർ എന്താണെന്നറിയോ? അവർ പഠിക്കുന്ന ഇൽമിന്റെ പവർ എന്താണെന്നറിയോ? കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, കാന യുഹദ്ദിസു ഇൻസാനാ, ഒരു മനുഷ്യനുമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ഫഔഹല്ലാഹു ഇലൈഹി ഇന്നഹു ലം യബ്ഖാ മിൻ ഉംരി ഹാദാ വഖ്തൽ അസ്രി. അല്ലാഹുവിന്റെ റസൂലിന് വഹി വരികയാണ്, നബിയേ നബിയേ നബിയേ, ഈ മനുഷ്യന്റെ റൂഹ് ഇതാ പിടിക്കാൻ പോകുന്നു യാ റസൂലല്ലാഹ്. 1 മണിക്കൂറേ അദ്ദേഹത്തിന് മുന്നിൽ ഇനി സമയമുള്ളൂ. ഒരൊറ്റ മണിക്കൂറേ നബിയെ ദുനിയാവിൽ ഇനി അയാൾ ജീവിച്ചിരിക്കുകയുള്ളൂ. ഹബീബായ തങ്ങളാ മനുഷ്യനോട് പറയാ, പൊന്നുമോനെ 1 മണിക്കൂറേ നീ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ. ആ മനുഷ്യൻ പെടച്ചു പോയി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ ഔഫഖ അമലിൻ ലീ ഫീ ഹാദിഹി സാ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത്? ഹജ്ജ് ചെയ്യണോ നബിയെ? ഉംറ ചെയ്യണോ നബിയെ? നിസ്കരിക്കണോ നബിയെ? ഖുർആൻ ഓതണോ നബിയെ? തസ്ബീഹ് ചൊല്ലണോ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കണോ നബിയെ? ഏതമലാ ഞാൻ ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ്? മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു സഹോദരനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇസ്തഗിൽ ബിത്തഅല്ലുമി, നീ പോയി അറിവ് പഠിക്കൂ, നീ പോയി അറിവ് പഠിക്കൂ. അങ്ങനെ ആ മനുഷ്യന് ഇൽമു പഠിക്കാൻ വേണ്ടി കിതാബ് എടുത്തു. ആ മഗ്രിബിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കപ്പെട്ടുവെന്ന് മുത്ത് റസൂലുള്ളാഹി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചത് എന്താ? ഹജ്ജ് ചെയ്യലാ ഏറ്റവും വലിയ പുണ്യമെന്ന്, ഉംറ ചെയ്യലാണ് ഏറ്റവും വലിയ നന്മയെന്ന്. നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ കോളേജിൽ വിടുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ വിടുന്നു, ഡോക്ടറാവാൻ വിടുന്നു. കാനഡയിലും യൂറോപ്പിലും അന്റാർട്ടിക്കയിലും അമേരിക്കയിലും വിവിധങ്ങളായ രാജ്യങ്ങളിലും മക്കളെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വിടുമ്പോൾ പോലും അവന് ഖുർആൻ ഓതാൻ അറിയുമോ എന്ന് ചിന്തിക്കാത്ത, ഏറ്റവും വലിയ വിവരക്കേടിന്റെ അന്ധകാരത്തിലോട്ട് കടന്നു പോകുന്ന മാതാപിതാക്കളുടെ ഈ കാലഘട്ടത്തിൽ ദാറുൽ ഹുസ്ന എന്ന സ്ഥാപനം നടത്തുന്ന വിപ്ലവം എന്തെന്നറിയോ? നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന സുഫിയാൻ ബാഖി അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ പഠിപ്പിച്ചപ്പോ എന്റെ ഉസ്താദ് പറഞ്ഞു, പോരെ മോനെ, നീ മാലിക് ദിനാൽ കോളേജിൽ കൈപിടിച്ചു കൊണ്ടുപോയി ആക്കിയിട്ട് BA പഠിക്കൂ. എന്നിട്ട് നിർത്തിയില്ല. നീ B.Ed പഠിക്ക്, അവിടെയും നിർത്തിയില്ല. MA പഠിക്കാൻ പോലും എന്നെ കൊണ്ടാക്കിയപ്പോഴും ഉസ്താദ് ഒരൊറ്റ കാര്യമാണ് എന്നോട് പറഞ്ഞത്, പൊന്നുപോനെ, നീ കഴിച്ചത് നാട്ടുകാരുടെ ഭക്ഷണമാ, അവരാ നിന്നെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് അള്ളാന്റെ ദീൻ വിട്ടൊരു കളി വേണ്ട. ആളുകളോട് പ്രബോധനം ചെയ്യ, ഇൽമിന്റെ വാഹകനാകവതിന്റെ സംസാരമൊക്കെ അതിന്റെ ഏറ്റവും വലിയ സുന്ദരമായ വിശാലമായ യാത്രയിലോട്ട് കടന്നു പോകൂ എന്ന് പറഞ്ഞ് ഈ വേദിയിൽ ആദ്യം കൈപിടിച്ച് കയറ്റി എന്റെ ഉസ്താദാണെങ്കിലോ, എന്റെ മാതാപിതാക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കാ, നിങ്ങൾ താലോലിച്ച് വളർത്തുന്ന മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പാകപ്പെടുന്ന ഒരു മോൻ നിങ്ങളെ വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പൊട്ടിക്കരഞ്ഞ് എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്, രോഗിയാണ്, ഖബറിലാണ്, റബ്ബേ കാക്കണേ അല്ലാ എന്ന് പറയാൻ ഒരു മോനുണ്ടോ? വാപ്പാ, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. മരിക്കുന്നതിന് മുമ്പേ കുറച്ചിൽ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കുറച്ചിൽ പഠിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ റാസി റളിയല്ലാഹു അൻഹു പറയാ, റഹ്മഹുല്ലാഹ് പറയാ, ഫലൗ കാന ശൈഉ അഫ്ളു മിൻ
മിനൽ ഇൽമി ലഅംറഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക. ഇൽമ പഠിക്കുന്നതിനേക്കാൾ വലിയ അമൽ ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മുത്തുനബി തങ്ങൾ അത് ചെയ്യാനേ ആ മനുഷ്യനോട് പറയുമായിരുന്നുള്ളൂ. സഹോദരങ്ങളെ, ദുനിയാവിൽ എന്തിനേക്കാളും വലുത് ഇൽമ പഠിക്കലാണ്. ഈ പ്രപഞ്ചം തന്നെ അല്ലാഹു പടച്ചത് ഇൽമിന്റെ കീഴിലാണ്. ഈ പ്രപഞ്ചത്തെ അല്ലാഹു പടച്ചത് ഇൽമിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്താ, വിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, വിജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമായതൊന്നുമില്ല. ജനങ്ങളുടെ ധാരണ സമ്പത്തുണ്ടാക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യമെന്ന മടചിന്തയോടുകൂടിയിട്ട് ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രാപകലില്ലാതെ അധ്വാനിച്ചിട്ട് ആത്മീയമായ മദ്രസയുടെയും ഈ കോളേജുകളുടെയും വിദ്യാഭ്യാസത്തിന് ഒരു കൽപ്പന പോലും ഒരു വില പോലും കൊടുക്കാൻ നടക്കുന്ന ഭൂരിഭാഗം വരും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥയെ പറ്റിയാ അത് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറുകണക്കിന് ആളുകൾ ലൈവ് കാണുന്നുണ്ടല്ലോ, ലോകം മുഴുവനും ഇത് കാണുന്നുണ്ടല്ലോ. നിങ്ങൾ കേട്ടോ, അല്ലാഹു ഈ ദുനിയാവിനെ പടച്ചത് ഇൽമിന് വേണ്ടിയാ. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ബഖറ നിങ്ങൾ ഓതിയിട്ടുണ്ടോ? എന്ത് ഭംഗിയെന്നറിയുമോ അതൊന്ന് ഓതുമ്പോ? ഒന്ന് ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട പട്ടിമറ്റക്കാരാ, അള്ളാന്റെ ഖുർആൻ ഒന്ന് ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇരിക്കുന്നത് മുത്തഅല്ലിമീങ്ങളുടെ ഇടയിലാ, വിശുദ്ധമായ ഖുർആൻ ഹാഫിളായ പൊന്നാര മക്കളുടെ ഇടയിലാ, അള്ളാന്റെ ദീൻ പഠിക്കുന്ന ആലിമീങ്ങളായ പുണ്യവാന്മാരായ സ്വാലിഹീങ്ങളുടെ ഇടയിലാ നിങ്ങൾ ഇരിക്കുക. അള്ളാഹുവിന്റെ അംലാക്കുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നത് എന്തെന്നറിയോ? ഇത് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോട് അല്ലാഹു മുശാവറ നടത്തുകയാണ്. പ്രപഞ്ചത്തിലൊരു മനുഷ്യനെ പടച്ചു തരട്ടെയോ, പ്രപഞ്ചത്തിലൊരു മനുഷ്യനെ ഉണ്ടാക്കട്ടെയോ പടക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞ മറുപടിയുണ്ട്. ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ഛിദ്രതയുണ്ടാക്കുന്ന, കൊലപാതകം നടത്തുന്ന വൃത്തികെട്ട ഹീനരായ ഈ മനുഷ്യരെ നീ എന്തിനാണ് തമ്പുരാനെ പടയ്ക്കുന്നത്? ആ സമയത്താണ് അള്ളാഹു പറയുന്നത്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂ. മലക്കുകളെ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് അല്ലാഹു ആദം നബിയെ പടച്ചിട്ട് ആദ്യമായിട്ട് കൊടുത്തത് എന്തെന്നറിയോ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറലഹും അലൽ മലായിക. ആദം നബി അല്ലാഹു ആദ്യം പടച്ചിട്ട് കൊടുത്തത് പണമല്ല, സ്വർണമല്ല, അധികാരമല്ല, അലങ്കാരമല്ല, സൗന്ദര്യമല്ല, സൗരഭ്യമല്ല, അധികാരത്തിന്റെ പവറിന്റെ ഏറ്റവും വലിയ ഉന്നതമായ സോപാനങ്ങളല്ല. അല്ലാഹു ആദം നബിക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് എന്തെന്നറിയോ? വഅല്ലമ ആദമൽ അസ്മാ. ഇമാമുനാ റാസി റളിയല്ലാഹു അൻഹു അതിന് തഫ്സീർ പറയുന്നുണ്ട്. ഇബ്നു കസീർ പറയുന്നു എന്തെന്നറിയോ? ഈ ഭൗമാണ്ഡഘടകങ്ങളിലുള്ള സർവ്വചരാചരങ്ങളുടെയും പേരുകളെല്ലാം ആദം നബിക്ക് അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആദം നബിയെ, ഇന്നതിന്റെ പേര് ഇന്നതാണ്. സർവ്വ മനുഷ്യരുടെയും പേര്, സർവ്വ വസ്തുക്കളുടെയും പേര്, സർവ്വ സംവിധാനങ്ങളുടെയും പേരല്ല പഠിപ്പിച്ചു കൊടുക്കുകയാ. എന്നിട്ട് മലക്കുകളോടുള്ള ചോദിക്കുന്നുണ്ട്, മലായിക അംബിഊനി ബി അസ്മാഇ ഹൗലാ. ഈ മലക്കുകളുടെ പേര്, ഈ അസ്മാവുകളുടെ, ഈ നാമങ്ങളുടെ പേര് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ആ സമയത്ത് മലക്കുകൾ പറയുന്നുണ്ട്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു അല്ലാ, ഞങ്ങൾക്കൊരു അറിവുമില്ല അല്ലാ. ആരാ പറയുന്നത്? പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട അംലാക്കുകളാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ജിബ്രീൽ എന്ന മലക്കാ പറയുന്നത്, മീകായിൽ എന്ന മലക്കാ പറയുന്നത്, ഇസ്രാഫീലും അസ്രായിലും മുങ്കറും നക്കീറുമാ പറയുന്നത്. കോടാനുകോടി മലക്കുകളാണ് അല്ലാഹുവോട് പറയുന്നത്, ഒന്നും അറിയില്ല അല്ലാ. ഇല്ലാ മാ അല്ലംതനാ,
അതാണടോ തഴവ ഉസ്താദ് പാടിയത്. വിവരം നിനക്കില്ലാതിരിക്കും തോറും നീ വിലയിൽ കുറഞ്ഞ മനുഷ്യനായി നീ മാറും എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടിയത് നിങ്ങൾ കേട്ടില്ലേ? വിവരം നിനക്കില്ലാതിരിക്കും തോറും വിലയിൽ കുറഞ്ഞ മനുഷ്യനായി നീ മാറും. ആലിമീങ്ങളുടെ പവർ അതാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹ് ആലിമീങ്ങളെ എന്നല്ല, ഈ ലോകത്തെ മുഴുവനും ഉന്നമനത്തിനായി വിജ്ഞാനത്തിന്റെ വിജയത്തിന്റെ പേമാരി അല്ലാഹു മുഴക്കിയത്. ഈ വിജ്ഞാനത്തിന്റെ പറുദീസയിലൂടെ അല്ലാഹു ജനങ്ങളെ ഉയർത്തിയത് ഏറ്റവും വലിയ ഇൽമ നൽകിയിട്ടാ. ആ അംലാക്കുകൾ പോലും കുറ്റസമ്മതം നടത്തുമ്പോ അല്ലാഹ് ആദം നബിയോട് പറയുന്നുണ്ട്, ആദമേ പറയുക, അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സർവനാമങ്ങളുടെ പേര് ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോ അല്ലാഹ് പറയുന്ന ഭാഷ എന്തെന്നറിയോ? അതാണ് പട്ടിമറ്റക്കാരാ ഇന്നത്തെ വഅദിന്റെ ഏറ്റവും വലിയ പാഠം. അതാ അല്ലാഹ് പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹ് പറയുക, ഹബീബായ തങ്ങളല്ല, അസ്ഹാബുകളല്ല, താബിഈങ്ങളല്ല, അല്ലാഹ് തന്നെ പറയാ. ആ ഇൽമു കൊടുത്തിട്ട് അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ? പടച്ചവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യല്ലേ, റബ്ബിനല്ലാതെ സുജൂദ് ചെയ്യല്ലേ. അതെല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ, പ്രപഞ്ചത്തെ ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു മലക്കുകളോട് പറഞ്ഞത് എന്തെന്നറിയോ? അലം അഖുല്ലകും മിന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദി വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ. മലായിക അറിവുള്ളവന് സുജൂദ് ചെയ്യൂ. മലായിക പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അംലാക്കളോട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത, ഹറാമ് കാണാത്ത, ഹറാമ് ചിന്തിക്കാത്ത, അല്ലാഹുവിന് വേണ്ടി വഴിപ്പെട്ടുകൊണ്ട് സുജൂദ് ചെയ്യുന്ന, റുക്കൂ ചെയ്യുന്ന, നിസ്കരിക്കുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, തഹ്ലീൽ ചൊല്ലുന്ന അംലാക്കളോട് അല്ലാഹ് പറയാ, മണ്ണിനാൽ പടക്കപ്പെട്ട ആദമിന്റെ വില എന്തെന്നറിയോ? എങ്ങനെയാ ആദമിനെ പടക്കപ്പെട്ടതെന്നറിയോ? അലൈഹിസ്സലാം ലോകത്തുള്ള സർവ്വ മണ്ണും കൊണ്ടുവന്ന് ചെളിയാക്കിയിട്ട് ആ ചെളി ഇങ്ങനെ രൂപപ്പെടുത്തുകയാ. എന്നിട്ട് അല്ലാഹ് പറയാ, അതിൽ അല്ലാഹുവിന്റെ റൂഹ് ഊതി ആദമിനെ പടയ്ക്കുമ്പോ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കുന്നവർ കുമ്പിടേണ്ടി വന്നു. എന്തുകൊണ്ടെന്നറിയോ? ആ ഇൽമ കിട്ടിയ കാരണത്താൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ ആദ്യം കൽപ്പിച്ചത് അല്ലാഹ് അവന്റെ മലക്കുകളോട്. ഇല്ല ഇബ്ലീസ്, എല്ലാവരും സുജൂദ് ചെയ്തു, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസും ഇബ്ലീസ് ഒഴികെ ഫസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഈ ചെളി കൊണ്ടുണ്ടാക്കിയ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമിന് വേണ്ടിയിട്ട് ഞാൻ സുജൂദ് ചെയ്യാനോ? ഇന്നും അഹങ്കാരമുണ്ടല്ലോ. ആലിമീങ്ങളെ കണ്ടാൽ പുച്ഛിച്ച് തള്ളുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന, ഈ സ്ഥാപനങ്ങളെയൊക്കെ അവഹേളിക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. എന്തിനാണ് ഇങ്ങനെ കൂണുപോലെ കുമിഞ്ഞു പൊങ്ങുന്നത്? അവിടെ എവിടെയൊക്കെ ഒരുപാടുണ്ടല്ലോ. എന്തിനാണെന്ന് ചോദിക്കുന്നവര്, സഹോദരങ്ങളെ, കൊല്ലങ്ങൾക്കും ഇബ്ലീസ് ചോദിച്ച അതേ ചോദ്യമാണോ? അത് അഹങ്കാരത്തിന്റെ ഭാഷയാ, അത് അഹംഭാവത്തിന്റെ ഭാഷയാ. അല്ലാഹു പറഞ്ഞു, നീ പുറത്തു പോടാ, കടന്നു പോടാ. ഇൽമിനെ ബഹുമാനിക്കാത്തവന് അല്ലാഹു കൊടുക്കുന്ന അദാബ് അതാണെങ്കിലോ. സഹോദരങ്ങളെ, പട്ടിമറ്റക്കാരാ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. ദാറുൽഹുസ്ന വന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ, ഇത് കയ്യിൽ നീട്ടി സ്വീകരിച്ചല്ലോ. ഇത് സംസാരിക്കുന്ന സാധുവായ ഞാനാണ് റോട്ടിലൂടെ സൈക്കിളും ചവിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇക്കാ മീൻ തരുമോ എന്ന് ചോദിച്ചപ്പോ എത്ര രൂപയുടെ മീനാ നിങ്ങൾ ഈ കൊല്ലക്കാലം വരെ കൊടുത്തത്? ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനുകൊണ്ടാ? ഇവിടെ ഇൽമുള്ളത് കൊണ്ടാ, ഇൽമിനെ ബഹുമാനിച്ചത് കൊണ്ടാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ചെറുതാണോ? അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വരെ എന്നല്ല, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ പ്രിയപ്പെട്ടവരെ. നമ്മളെ ഖബറിൽ സമാധാനമാ, നമ്മളെ ഖബറിൽ രക്ഷയാ. ഇത് ചെറിയ സ്ഥാപനമാണെന്ന് പലരും
പറയുമ്പോഴും നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആലിമീങ്ങളുടെ പവറുകൾ നിങ്ങൾക്കറിയുമോ? ഈ കഴിഞ്ഞ വർഷം വെല്ലൂർ ബാഖിയാത്തിൽ കേരളത്തിന്റെ അഖില നിഖില മേഖലകളിൽ നിന്നോ തമിഴ്നാട് അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഇൽമു പഠിച്ച മക്കളു, തെക്കൻ കേരളത്തിന്റെ മധ്യ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഉലമാക്കൾ അവിടെ പോയി ബാഖിയാത്തിൽ പരീക്ഷ എഴുതിയപ്പോ കേരളക്കരയിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടിയത് മഹത്തായ ദാറുൽ ഹുസ്നയുടെ പൊന്നുമോനാണെങ്കിൽ അഭിമാനിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ? ഫ്ലെക്സ് പൊങ്ങിയില്ല, ഫോട്ടോ പൊങ്ങിയില്ല, ആരും അറിഞ്ഞില്ല, കണ്ടെന്ന ഭാവം നടിച്ചില്ല. കാരണം അത് ദാറുൽ ഹുസ്ന എന്ന ചെറിയ സ്ഥാപനമായത് കൊണ്ടാണെങ്കിൽ തെറ്റിപ്പോയി. ആ പൊന്നുമോൻ ഇപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ കൊടുത്ത കഞ്ഞി വെറുതെ ആയിട്ടില്ല, അത് പാഴായിട്ടില്ല. ഒരു പൊന്നുമോൻ അജബാക്കവി എന്നൊരു സ്ഥാപനത്തിന്റെ മുദരിസാണ്, ഒരാൾ ഖത്തീബാണ്, മറ്റേയാൾ തിരുവനന്തപുരം ജില്ലയിൽ സേവനം ചെയ്യുകയാണ്. അങ്ങനെ വന്നിറങ്ങിപ്പോയ മക്കളെല്ലാം നാനാഭാഗങ്ങളിൽ ഇൽമിന്റെ പ്രവാഹകരായി മാറുമ്പോ ഒരു പൊന്നുമോൻ, ഈ പട്ടിമറ്റത്തുള്ള ഒരു പൊന്നുമോൻ തന്നെ വെല്ലൂർ ബാഖിയാത്തിൽ ഇഫ്താന് പോകുന്നു, ഫത്വ പഠിക്കാൻ പോകുന്നു. ആ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് നടത്തുന്നവർക്ക് പോലും കഴിയാതെ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെ തട്ടിക്കളയല്ലേ. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ മക്കളെ പറഞ്ഞു വിടാതെ നിങ്ങളെ കുടുംബത്തിലുള്ള ഒരു മോനെയെങ്കിലും ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഞാൻ 1ാമത്തെ ദിവസം ഇവിടെ വാഴ് പറയുമ്പോ, ബാക്കവിയായിട്ട് 1ാമത്തെ ദിവസം ഈ സ്ഥാപനത്തിൽ വാഴ് പറയുമ്പോ ഈ ഇരിക്കുന്നത് പോലെ 1ാമത്തെ സഫിൽ എന്റെ വാപ്പയുണ്ട് പ്രിയപ്പെട്ടവരെ. വാഴ് കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് പറയാ, മോനെ ശബ്ദം മെല്ലെ പയ്യെ പറയണേ മോനെ. ആ വാപ്പയെ സുബ്ഹാനല്ലാഹ് ഉള്ളംകൊന്ന് ഖത്തീബായിരിക്കുമ്പോ ഈ ലോകത്ത് ദുനിയാവിന്ന് വിട പറഞ്ഞു പോയപ്പോ ആ വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കാൻ എന്റെ ഉസ്താദന്മാർ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എന്റെ പൊന്നാര വാപ്പമാരെ, എന്റെ വാപ്പയുടെ മാത്രമല്ല ഒരുപാട് ആളുകളുടെ മയ്യത്തി കൈ കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട്, കഫം പൊതിഞ്ഞിട്ടുണ്ട്, കബർ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുക, ഒരു മോനുണ്ടോ അങ്ങനെ ചെയ്യാൻ? ഒരു പൊന്നുമോനെ നിങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ടോ? കഷ്ടപ്പെട്ട് ഇടങ്ങേറായി ജോലി ചെയ്ത് നിങ്ങൾ അധ്വാനിച്ച് വളർത്തിയിട്ട് അമേരിക്കയിലും ലണ്ടനിലും പറഞ്ഞു വിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ ഒരു മരുന്ന് പോലും മേടിച്ചു തരാൻ അടുത്ത മക്കളില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രിയമുള്ളവരെ കുറെ പണമുണ്ടാക്കുന്ന മെഷീൻ എന്തിനാ നമ്മൾ ഉണ്ടാക്കി വിടുന്നത്? ഉമ്മാ മനസ്സ് തട്ടിയിട്ടാ പൊന്നുമ്മ ചോദിക്കുന്നത്, നമ്മളെ മക്കളൊന്ന് നന്നാവണ്ടേ ഉമ്മ? അതിനൊരു വഴിയേ ഉള്ളൂ, ഒരു ഇൽമിന്റെ അഹ്ലുകാരാക്കുക. 2-3 ആൺമക്കളുള്ള ഒരാളെങ്കിലും ആലിമാക്ക്. അതിനുള്ള പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു വരികയാ, അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു തരികയാ, ഇന്ന് വിലയില്ല സമൂഹത്തിൽ, ആലിമീങ്ങൾക്ക് വിലയില്ല, മുത്തഅല്ലിമീങ്ങൾക്ക് വിലയില്ല. എല്ലാവരും പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുകയാ. ആലിമീങ്ങൾ കള്ളന്മാരെന്ന് പറയുക. ഏറ്റവും വലിയ ഖത്തീബിനെ മാത്രം ആളുകൾ ശ്രദ്ധിക്കും. പാവപ്പെട്ട ഉസ്താദുമാര്, തക്കിയാവില് ജോലി ചെയ്യുന്നവര്, ചെറിയ ചെറിയ ഇമാമിങ്ങളായി മുഅദ്ദിനായി സേവനം ചെയ്യുന്നവര്, ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്ത സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരിഷ്കാരികളായി നമ്മുടെ നാടുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ അതുകൊണ്ടായി അദാബുകളൊക്കെ വരുന്നത്. ഈ കഴിഞ്ഞ കാലമില്ലാത്ത ചൂടി നാട്ടിൽ വരുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഈ വാദന്റെ അവസാനം നിങ്ങൾക്കത് മനസ്സിലാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ വെറുതെ വാദ് പറയുകയല്ല, എന്റെ പ്രിയപ്പെട്ട പട്ടിമറ്റക്കാരോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു പാവപ്പെട്ട പണ്ഡിതനെ നാട്ടിലിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തോ ഒരു ആരോപണം പറഞ്ഞിട്ട് നെഞ്ചിന് നോക്കിയിട്ട് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കുകയാണ്. ആലിമിനെയാണ് ചെയ്യുന്നത്, പണ്ഡിതനെയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇല്ലാ കഥകൾ ഉണ്ടാക്കി പാവപ്പെട്ട ആലിമിങ്ങൾ അവഹേളിക്കുന്നത്. സംഘപരിവാരല്ല, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭീകരവാദികളല്ല, ഈ സമുദായത്തിന്റെ മുസ്ലിമീങ്ങളായ എന്നെയും നിങ്ങളെയും പോലെ ഈ നാട്ടിൽ ജീവിക്കുന്നവർ തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അദാബ് എന്തെന്ന് എന്റെ പ്രിയപ്പെട്ടവർക്കറിയുമോ? അവര് ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയോ? ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാ, മൻ സലക ത്വരീഖാ യൽതമിസു ഫീഹി ഇൽമാ
സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ. ഒരു മുത്തഅല്ലിം നിങ്ങളെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ പഠിക്കാൻ ഇറങ്ങുന്ന ഒരു പൊന്നുമോൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? പ്രതിഫലം എന്തെന്നറിയോ? സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ. സ്വർഗ്ഗത്തിലോട്ടുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കുകയാ. ഇൽമെന്ന് പറയുന്നത് ചെറുതല്ല പ്രിയപ്പെട്ടവരെ, ചെറുതല്ല. ലോകത്തുള്ള സർവ്വ അമ്പിയാക്കന്മാർക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു തരികയാ. അമ്പിയാക്കന്മാർ ഉയരാനുള്ള കാരണവും ഇൽമു തന്നെയാ. ആ ഇൽമിന്റെ വാഹകരെ ബഹുമാനിക്കണമെന്ന് ആദ്യമായി അല്ലാഹ് പറഞ്ഞത് നിങ്ങൾക്കറിയുമോ? 104 ഏടുകളുണ്ട്, 4 ഗ്രന്ഥങ്ങളുണ്ട്, വിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാ. അബൂദർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, കം അൻസലല്ലാഹു മിൻ കിതാബ്, നബിയെ എത്ര ഏടുകൾ ഇറങ്ങിയിട്ടുണ്ട്? മുത്തുനബി തങ്ങൾ കൊടുക്കുന്ന മറുപടിയാ പഠിച്ചോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10 ഏട് കൊടുത്തിട്ടുണ്ട്. ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 50 ഏട് കൊടുത്തിട്ടുണ്ട്. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് 30 ഏടുകൾ കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10 ഏടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാഹു ഗ്രന്ഥങ്ങൾ ഇറക്കി, തൗറാത്ത് ഇറക്കി, ഇൻജീൽ ഇറക്കി, സബൂർ ഇറക്കി ഓരോ അമ്പിയാക്കന്മാർക്ക്. അങ്ങനെ മൊത്തം 104 ഏടുകളും 4 ഗ്രന്ഥങ്ങളും അല്ലാഹു ഇറക്കിക്കൊണ്ട് വിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു ഇറക്കിയ ദീനിന്റെ അവസാനത്തെ കണ്ണി എന്തെന്നറിയോ? ഹബീബായ തങ്ങൾക്ക് ഇറക്കിയ ഖുർആനാണെങ്കിലോ ആ ഖുർആന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? ആദ്യമായിട്ട് ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? സഹോദരങ്ങളെ, കച്ചവടം ചെയ്യാനല്ല, കച്ചവടം ചെയ്യുന്നത് തെറ്റെന്നല്ല, അതിനേക്കാൾ മഹത്വമാക്കിയിട്ടുള്ള ഈ പ്രപഞ്ചത്തോട് പറഞ്ഞതെന്തെന്നറിയോ? പണമുണ്ടാക്കാനല്ല, അധികാരം നേടാനല്ല, നെട്ടോട്ടമോടാനല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയല്ല. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നബിയേ വായിക്ക് നബിയേ. എവിടെയെന്നറിയോ? ഈ ഖുർആന്റെ ആയത്തിറങ്ങി. അതാണ് ഏറ്റവും ഭംഗിയുള്ള കഥ. അതാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ജബലുൻ നൂറിന്റെ മുകളിൽ കയറുകയാ. ഹിറാ ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ധ്യാന നിമഗ്നനായിരിക്കുമ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. ഒരു വിശുദ്ധമായ റമളാന്റെ 27-ാം രാവിന്റെ അന്നാണ്, ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ രാത്രിയാണ് ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയ ആദ്യത്തെ വചനം എന്തെന്നറിയോ? ഇഖ്റഅ യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ പറയുന്നു, മാല അദ്രി, എനിക്ക് എന്താ, ഞാൻ എന്താ വായിക്കേണ്ടത്, എന്താണ് ഞാൻ വായിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോൾ ആ പർവ്വതത്തിന് സംഭവിച്ചത് എന്തെന്നറിയോ? കറുകറുത്ത കല്ലുകൾ കൊണ്ട് പടക്കപ്പെട്ട കറുകറുത്ത ആ പർവ്വതത്തിനൊരു പ്രകാശം അങ്ങ് വരികയാണ്. ആ കറുകറുത്ത പർവ്വതം ഇപ്പോഴും പ്രകാശത്തിന്റെ ഏറ്റവും വലിയ സുന്ദരമായ ഭാവത്താണ്. ഉംറയ്ക്ക് പോകുന്നവർ കാണുന്നുണ്ടാകുമല്ലോ, ജബലുൻ നൂർ എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. രാത്രി എങ്ങാനും അതിന്റെ അടുത്ത് പോയി വന്ന് നോക്ക്, വല്ലാത്തൊരു പ്രകാശമാണ്. എല്ലാ പർവ്വതങ്ങളും കറുത്ത് കരിക്കട്ട പോലെ കിടക്കുമ്പോ ജബലുൻ നൂറിന് എന്തോ ഒരു പ്രകാശം ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഖുർആൻ ഒരായത്തോടെ പറയുന്നുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഈ ഖുർആൻ എങ്ങാനും നാം ഇറക്കിയിരുന്നെങ്കിൽ ജബലൻ ലറഅയ്തഹു ഖാശിയാ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ എങ്ങാനും നാം ഈ ഖുർആൻ ഇറക്കിയിരുന്നുവെങ്കിലോ ഖാശിഅൻ മുതസദ്ദിആ, അത് പപ്പടം പോലെ പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന്. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് പർവ്വതത്തിന്റെ മുകളിലല്ല, പർവ്വതത്തിന്റെ ഒരു ഗുഹയുടെ ഉള്ളിലായതുകൊണ്ട് അതിന്റെ പ്രകാശം കൊണ്ട് ആ പർവ്വതം പോലും പ്രകാശിച്ചു പോയെങ്കിലോ കറുകറുത്ത ഹൃദയം പ്രകാശിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അതിനാണ് ദാറുൽ ഹുസ്ന പോലുള്ള സ്ഥാപനങ്ങള്, അതിനാണ് ആലിമീങ്ങൾ
അതിനാണ് ഏതോ നാട്ടിൽ വന്ന് നടക്കുന്ന പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, പട്ടിമറ്റക്കാരാ പെങ്ങളെ, നിങ്ങൾ മരിച്ചു മയ്യത്തായി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ പൊന്നുമക്കൾ ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ പൊന്നുമക്കൾ അടുത്ത് വന്നിരുന്നു ഖുർആൻ ഓതുന്ന രംഗം കണ്ടോ? നിങ്ങളുടെ മക്കളെക്കാൾ ഈ പൊന്നുമക്കളെ സ്നേഹിക്കണ്ടേ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ, അവരെ ആദരിക്കണ്ടേ? അതിന്റെ ഫലങ്ങൾ ഞാൻ പറയാ. ഇത് ചെറിയ കാര്യമല്ല, ഇത് ഏറ്റവും ഉന്നതമായ കാര്യമാ ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വഅദല്ല നസീഹത്തല്ല, ഞാൻ കുറെ സംസാരിക്കാൻ ആഗ്രഹിക്കുക എന്റെ പ്രിയപ്പെട്ടവരോട്. നിങ്ങൾ തന്ന ഭക്ഷണത്തിന് നന്ദി വേണ്ടേ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിച്ചു തരുന്നത്. ഓരോന്നിന്റെയും പ്രതിഫലം അല്ലാഹു പറയാ, ലിൽ ഉലമായി ദറജാ. 1000 നിസ്കരിക്കുന്ന 1000 വഖത്ത് നിസ്കരിക്കുന്ന ഒരു ആബിദിനേക്കാൾ, 1000 വഖത്ത് നിസ്കരിക്കുന്ന ഒരു ആലിമിനേക്കാൾ അല്ലാഹു 1000 വഖത്ത് നിസ്കരിക്കുന്ന ഒരു ആബിദിനേക്കാൾ അല്ലാഹു ഒരു ആലിമിന് നൽകുന്ന പദവി എന്തെന്നറിയോ? ഫലിയാലിമിന ഫളലുൻ അലാമൈ യഅബുദൂ ഫളലുൽ ബുദൂരി അലൽ കവാകിബി ഫിൽ ജലാ ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വല്ലർളി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വാപ്പ പറയാ, പൊന്നുമോനെ പോയി ഇൽമു പഠിക്കൂ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട പൊന്നുമോൻ ഈ നാട്ടിൽ വന്ന് ഇൽമു പഠിച്ചവനൊരു ആലിമായ അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ആകാശത്തുള്ള സർവനക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള സ്ഥാനം എന്തെന്നറിയോ? ഏത് ചന്ദ്രൻ എന്നറിയോ? പരിപൂർണമായി ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ എന്നറിയോ? ആ ചന്ദ്രന്റെ സ്ഥാനമാണ് ഒരു ആലിമിനെന്ന്. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വല്ലർളി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ. സമുദ്രത്തിന്റെ ആഴിയിൽ കിടക്കുന്ന മത്സ്യം പോലും ആലിമായ ഒരു പൊന്നുമോന് വേണ്ടിയിട്ട്, ഒരു മുത്തഅല്ലിമായ പൊന്നുമോന് വേണ്ടിയിട്ട് ദുആ ചെയ്യുമെങ്കിൽ ആ ദുആയല്ലേ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്ക് തരുന്നത്. ഹബീബായ തങ്ങൾ പറയാ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ. ഒരാളിൽ ഒരാൾ ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരു ഖൈർ ഒരു മനുഷ്യനിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ, അല്ലാഹു അവനെ ബിസിനസ്മാൻ അല്ല ആക്കുന്നത്, അല്ലാഹുവിനെ കോടീശ്വരനല്ല ആക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എല്ലാവരും യൂസുഫ് അലിയാവാൻ നോക്കുകയാ, എല്ലാവരും സമ്പന്നരാവാൻ നോക്കുകയാ. അതിനു വേണ്ടിയിട്ട് ഓൺലൈൻ ബിസിനസ് നടത്തുകയാ. ഓൺലൈൻ തട്ടിപ്പിൽ പോയിട്ട് 5-6 ലക്ഷവും കൊടുത്തിട്ട് നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ യുവാക്കളായ ചെറുപ്പക്കാരെന്നറിയോ? അവർക്ക് പള്ളി വേണ്ട, നിസ്കാരം വേണ്ട, ഇബാദത്ത് വേണ്ട, ഇൽമെന്ന് പറഞ്ഞാൽ വെറുപ്പാ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയാ, ഒരു മനുഷ്യനിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവനെ ദീനിൽ അല്ലാഹുവിനെ വലിയ ആലിമാക്കി മാറ്റുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. മഹാനായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്റെ മക്കളൊക്കെ വളർന്ന് വലുതായി ഉസ്താദെ, അവരെയൊക്കെ എഞ്ചിനീയറാക്കി, ഡോക്ടറാക്കി, എല്ലാം ആക്കി, ഇനി ഞാൻ എന്താ ചെയ്യാ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. എന്ത് ചെയ്യണം നിങ്ങൾ? നമ്മുടെ ഡ്യൂട്ടി എന്താ? അങ്ങനെ ഒരു സംരംഭം നമ്മുടെ മുന്നിൽ വരുമ്പോ നമ്മുടെ പള്ളിയിലുള്ള ഖത്തീബ് ഉസ്താദ്, അവിടുത്തെ മുസ്ലിയാക്കന്മാർ, ഉസ്താദുന്മാർ, ആലിമീങ്ങൾ, ഇൽമിന്റെ വാഹകർ ആരാവട്ടെ, അവരോടുള്ള നന്മ നമ്മുടെ ബാധ്യത എന്താ? ഹബീബായ തങ്ങൾ പറയാ, കുൻ ആലിമാ കുൻ ആലിമാ. ഒന്നുകിൽ നീ നല്ലൊരു ആലിമാകടാ പൊന്നുമോനെ, കഴിഞ്ഞില്ല ഉസ്താദ്, ഔ മുത്തഅല്ലിമാ, അല്ലെങ്കിൽ നീ മുത്തഅല്ലിമാക്. മരിക്കുന്നതിന് മുമ്പ് അത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. താടി നരച്ചല്ലോ ഉസ്താദെ, ഇനി എന്ത് മുത്തഅല്ലിമാവാനാ? താടി നരച്ചത് കൊണ്ട് ഒരു ഉസ്താദിന്റെ മുന്നിൽ പോയി ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നുണ്ട്. വടക്കൻ മലബാറിലൊക്കെ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? രാവിലെ ആകുമ്പോൾ സുബൈക്ക് ശേഷം ഖുർആനും തുറന്നു വെച്ച് വയസ്സായ ഉപ്പമാരിപ്പുണ്ട്.
എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് പല്ലാരിമംഗലത്തെ ദർസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഷംസൂക്കുണ്ട്, പ്രായമായ ആളാണ്. അദ്ദേഹം കിതാബും തുറന്നു വെച്ച് ഉസ്താദിന്റെ മുമ്പിൽ വന്നിരിക്കും പഠിക്കും. നമുക്കാണ് നാണക്കേട്. എന്തുകൊണ്ട് നമുക്ക് ഈ നാണക്കേട് വരാനുള്ള കാരണം എന്താ? അദ്ദേഹം നമ്മളെ ചോറ് കൊടുത്ത് നമ്മൾ നോക്കുന്ന ആളല്ലേ, അയാളുടെ മുമ്പിൽ പോയിരുന്നു ഞാൻ പഠിക്കാനാ. എല്ലാം പഠിക്കുന്നതിന് നാണക്കേട് വിചാരിച്ചാൽ നമ്മൾ തകർന്നു പോകും. അറിവില്ലാത്തതിന്റെ പ്രശ്നം ഈ ദുനിയാവിൽ ന്യായമായിട്ട് വിവരം നമുക്ക് ദീനീയായ രീതിയിലുള്ള അറിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫോണിലെല്ലാം കിട്ടും, ഏത് വാദം കിട്ടും, പക്ഷെ നമുക്ക് വിവരമില്ല. കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നില്ല, പഠിക്കുന്നില്ല. പഠിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ കഴിയുന്നില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നബിതങ്ങൾ തന്നെ മറുപടി പറയാ, കുൻ ആലിമൻ. ഒന്നുകിൽ നീ ആലിമാവോ, കഴിഞ്ഞില്ലേ, ഔ മുത്തഅല്ലിമൻ. മരിക്കുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഇൽമു പഠിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹ്. ഉസ്താദ് ഖുർആൻ ഓതാൻ അറിയില്ല. എന്റെ ഒരു കൂട്ടുകാരൻ വലിയ പ്രായമായി എന്റെ അടുത്ത് വന്നിരുന്ന അലിഫും ബാവും പഠിക്കുക, അലിഫു ബാവും ഒന്ന് പഠിപ്പിക്കുക, റൂം അടച്ചിരുന്ന് ഇങ്ങനെ പഠിക്കും. അപ്പോൾ ഖുർആൻ ഓതാൻ അറിയില്ല. ഒരു ഉസ്താദിന്റെ മുമ്പിൽ പോയി ഒന്ന് ഖുർആൻ നമ്മൾ പഠിക്കും. മരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ സ്വർഗം ഉറപ്പ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. ഹബീബായ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? ലിൽ ഉലമായി ദറജാത്ത്. നീ ആലിമാകാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? നീ ആലിമാവാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ലിൽ ഉലമായി ദറജാത്ത് ഫൗഖൽ മുഅ്മിനീന ബി700 ദറജാ. സാധാരണക്കാരായ ഒരു മുഅ്മിനിന്റെയും സാധാരണക്കാരനായ ഒരു സാധുവായ സഹോദരന്റെയും ഒരു ആലിമിന്റെയും ഒരു ആലിമായ പണ്ഡിതന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? 700 ഇരട്ടി ദറജയാണ് ആലിമിനുള്ളത്. സുബ്ഹാനല്ലാഹ്, മാ ബൈന ദറജതൈനി മസീറാ 500. സഹോദരങ്ങളെ, 500 കൊല്ലമാണ് ഓരോ കാലഘട്ടത്തിന്റെയും ഓരോ വിടവിന്റെയും ഓരോ ദറജയുടെയും വ്യത്യാസമെങ്കിലും നമ്മൾ ഒരു ആലിമും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? ഒരു ആലിം ഈ ദുനിയാവിൽ മരിച്ചാൽ സംഭവിക്കുന്നത് എന്തെന്നറിയോ? അതാണ് നിന്നോട് ആലിമാവാൻ അല്ലാഹുവിന്റെ റസൂല് പറയാ. കുഞ്ഞാലിമനെന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ സുഫിയാൻ ബാഖവി എന്റെ ഉസ്താദി ഇരിക്കുന്ന പണ്ഡിതന്മാരായ ആലിമീങ്ങൾ അവർ ആലിമീങ്ങളായതുകൊണ്ട് മാത്രം പറയല്ല, അതിന്റെ പദവികളിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുക, ആളുകൾ അറിയാതെ പോവുകയാ. സുബ്ഹാനല്ലാഹ്, അപകടങ്ങൾ വലുതാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അങ്ങനെ ആലിമാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ മുത്തഅല്ലിമാവൂ. പഠിക്ക്, അല്ലാഹുവിന്റെ ദീൻ പഠിക്ക്, പ്രായം നോക്കണ്ട. ദാറുൽ ഹുസ്നയിൽ വരൂ പ്രിയപ്പെട്ടവരെ. ഉസ്താദന്മാര് തയ്യാറാണെന്ന് ഖുർആൻ ഒരു അരമണിക്കൂർ മതിയല്ലോ. അങ്ങനെ മരിച്ചു പോയാൽ സ്വർഗമല്ലേ. ഇനി മുത്തഅല്ലിമാവാൻ സമയം കിട്ടിയില്ലല്ലോ. അവര് പറയുന്നത് കേൾക്കാൻ തയ്യാറാക സഹോദരങ്ങളെ. അവര് പറയുന്നത് കേൾക്കാൻ തയ്യാറാകും. അതിന് വയ്യ. ഇപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിങ്ങൾ ഇരിക്കുന്ന സമയത്തോളം നിങ്ങളുടെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തുകൊണ്ടേ ഇരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. വെറുതെ ഇരുന്നാ മതി. സുഫിയാൻ ബാഖവി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് ഇങ്ങനെ ഉറക്കം വരും, കണ്ണു തൂങ്ങിപ്പോകും. കാരണം ഇതൊരു രസകരമായ വിഷയമല്ല. ഇതൊരു രസകരമായ ചിരിച്ച് തമാശ കളയാനാണെങ്കിൽ ധാരാളം സംഭവങ്ങൾ ചിരിച്ച് തമാശ കളയാനുള്ള സദസ്സല്ലേ ഇത്. അതിന്റെ വേദികളൊക്കെ ചിരിയും തമാശയും കോമഡിയൊക്കെ ആയിപ്പോയിക്കൊണ്ടിരിക്കുക. ഗൗരവമുള്ള കാര്യമല്ല. പണ്ട് 40 ദിവസം വാഴ നടത്തും മുഹീദ്ദീൻ ഷേഖിന്റെ നാട്ടിലൊക്കെ. 40 ദിവസത്തെ വാഴതിനും ആളുകൾ ചിരിച്ചു കൊണ്ടുവരുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് പോകും. ഇന്ന് കരഞ്ഞുകൊണ്ടുവരുന്ന ആളുകൾ ചിരിച്ചുകൊണ്ട് പോവുക. വാഴ അങ്ങനെയായി. ആളുകൾക്ക് അതാണ് ഇഷ്ടം. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നാമീൻ പറ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോൾ എൻ്റെ മയ്യത്തൊരു ഒരു ആലിമായ പണ്ഡിതൻ കുളിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ആലിം ഒന്ന് മയ്യത്ത് കുളിപ്പിച്ചാലുള്ള ഗുണം, ആ മയ്യത്തിൽ പോരായ്മകൾ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്റെ മഹല്ലിൽപ്പെട്ട ഒരു മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്ത് കുളിപ്പിച്ചപ്പോ
ആ മയ്യത്തിനെ നന്നായിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇടത് കയ്യിൽ നിങ്ങൾ നല്ല തുണി ചുറ്റിയിട്ട് മയ്യത്തിന്റെ മലദ്വാരത്തിൽ ശരിക്കിട്ട് നിങ്ങൾ വൃത്തിയാക്കുക. അപ്പൊ അതൊക്കെ മതി ഉസ്താദേ, പോരാ. അങ്ങനെ ചെയ്തു. മലം ഇങ്ങനെ പോയി, അവസാനം പോയി മലം മൊത്തം വൃത്തിയായപ്പോൾ ആ നാട്ടുകാർ പറയാ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എന്നൊരു മയ്യത്തിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മകൻ മയ്യത്ത് കുളിപ്പിച്ച ഞാൻ കണ്ടതാ. ഒരു മകൻ മയ്യത്ത് കുളിപ്പിച്ചപ്പോ വാപ്പാട പിന്ദ്വാരത്തിൽ നിന്ന് മലം പോയപ്പോൾ മകൻ ഇങ്ങനെ മൂക്ക് പൊത്തുകയാണ്. സഹിക്കാൻ വയ്യ. എന്തുകൊണ്ട്? വാപ്പാട മയ്യത്ത് വാപ്പയാണ് കിടക്കുന്നത്, മയ്യത്ത് നല്ലവണ്ണം കുളിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണെന്നുള്ള ബോധം മക്കൾക്കില്ല. വാപ്പ ഹോസ്പിറ്റലിലാണ്, ആശ്രമ മെഡിസിറ്റിയിലാണ് കിടക്കുന്നത്. കയ്യിൽ ഫോൺ വെച്ചുകൊണ്ട് വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. വാപ്പ സക്രാത്തിന്റെ വലിയാണ്. അവർക്ക് വെള്ളം കൊടുക്കണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണമെന്നുള്ള ബോധം ഇല്ല. എന്തുകൊണ്ട്? മതവിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട്. അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, പെങ്ങളെ നല്ലൊരു മോനെ പ്രസവിക്ക്, നല്ലൊരു പൊന്നുമോനെ പ്രസവിക്ക്, നല്ലൊരു പൊന്നുമോളെ പ്രസവിക്ക്. ആലിമീങ്ങൾ വാവുളിയന്മാരാണ്, അവർ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പോകുന്നതാണ്, അവർക്കൊരു വിവരവുമില്ല എന്ന് പറഞ്ഞു നടക്കല്ലേ. അള്ളാന്റെ അദാബ് വലിയ അദാബാ. കുന്നാലിമാ ഔ മുതഅല്ലിമാ ഔ മുസ്തമിയാ. അവർ പറയുന്നത് കേൾക്ക്. ജുമായ്ക്ക് കുറച്ച് നേരത്തെ പോ. അവരെ വാഴ് കേൾക്കണ്ട പ്രിയപ്പെട്ടവരെ. പഠിക്കുക, കാര്യങ്ങൾ വില കുറച്ച് കാണാനുള്ളതല്ല. അവർക്കൊരു കുറവേ ഉള്ളൂ, പൈസയുടെ കുറവ്. പൈസ ഉണ്ടാവില്ല. ഇപ്പൊ പിന്നെ നല്ല പൈസ ആയിട്ടുണ്ട് അത്യാവശ്യമൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉള്ള ആലിമീങ്ങളുണ്ട് വളരെ. എന്നാലും ഒരു 99.9% പാവങ്ങളാണ്. ഈ റമളാനിൽ എന്റെ പള്ളിയിൽ വന്ന ചെറിയ ആൾക്കാരൊന്നും അല്ല പ്രിയ. കടമാണ് ഉസ്താദ്. ഒരു പാവപ്പെട്ട ഒരു പണ്ഡിതൻ വന്നു. എന്റെ റബ്ബേ, അല്ലാ സഹിക്കൂല പറഞ്ഞാൽ. ഞാൻ സാധാരണ അങ്ങനെ പിരിവിനൊക്കെ വന്ന ഞാൻ സാധാരണ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചു കൊടുക്കലാണ്. ഒരു പണ്ഡിതൻ, അസ്ഹരിയായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഏതോ ആക്സിഡന്റിൽ പെട്ടിട്ട് അദ്ദേഹത്തിന് നെറ്റി ഇങ്ങനെ പൊട്ടി രണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, ഉസ്താദ് ഞാൻ പിരിക്കാൻ വേണ്ടി വന്നതാണ്, താല്പര്യം എനിക്കില്ല പിരിക്കാൻ. ഞാൻ കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായി, പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി, ഞാൻ ഇങ്ങനെയായി. കിടന്നപ്പോൾ എന്റെ ഭാര്യ എന്നെ കളഞ്ഞോണ്ട് പോയി. അല്ലാഹു റബ്ബി. ഇപ്പൊ ഞാൻ ശിഫയായപ്പോൾ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചു. രണ്ടാമത് കല്യാണം കഴിച്ചതിന്റെ ആദ്യ രാത്രിയിൽ എന്റെ പെണ്ണിന്റെ കൂടെ കിടക്കുമ്പോ ആ പെണ്ണിന് മാനസിക അസ്വസ്ഥതയാണ് ഉസ്താദേ. കിടന്ന് നിലവിളിക്കാണ്, ഒച്ചപ്പാടും ബഹളാണ്. ഞാൻ ആ കുടുംബക്കാരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവർ നുണ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചതാണ്. ഇപ്പൊ ആ പെണ്ണിന്റെ മരുന്ന് മേടിക്കാൻ എന്റെ കയ്യിൽ കാശില്ല, എന്റെ ഇടതേ കണ്ണിന്റെ കാഴ്ചയില്ല, നാവിന് രുചിയില്ല, ഒന്നുമില്ല, ആരുമില്ല. എന്തെങ്കിലും തരണം. പിരിക്കാൻ നമുക്ക് ആ അവസ്ഥ വന്നാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. കുടുംബക്കാർ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നുറക്കാമിയും അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളെന്താ മരവിച്ചിരിക്കുന്നത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പടച്ചോ നമ്മളെ ഇല്ല. ആരോഗ്യം എപ്പം നമുക്ക് നഷ്ടപ്പെട്ടു, അതോടുകൂടി ഇടപാട് തീർന്നു. പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ ഇങ്ങനെ സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഉസ്താദാണ്. എവിടെ ദുആ ചെയ്യാൻ പോയാലും പറയും എൻ്റെ ശബ്ദം നിലനിർത്തി തരണേ പടച്ചോനെ. ആ ഉസ്താദ് എവിടെ ഏത് ജില്ലയിൽ വാഴ്ന്ന് പറയാൻ പോയിട്ടും ഒരു സ്ഥലത്ത് പോലും മോശമാണെന്ന് പറഞ്ഞ ആൾക്കാർ വിടുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു ഗുരുത്വം കൊണ്ടാണ്. ഒരു പള്ളിയിൽ ഖത്തീബായി സേവനം ചെയ്യുന്ന ഒരു ഉസ്താദിന്റെ ശബ്ദം അടച്ചുപോയി. ആ നാട്ടുകാർ പറയുന്നു ഇനി വേണ്ടെന്നാണ്. പോയില്ലേ. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം നമുക്ക് നേടിയെടുക്കേണ്ട പുണ്യങ്ങൾ നേടിയെടുക്കാൻ വളരെ കുറഞ്ഞ അവസരമേ ഉള്ളൂ. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയും ആളുകളെ കുറ്റപ്പെടുത്തിയും അവഹേളിച്ചും നടക്കാനുള്ള സമയം നമുക്കില്ല പ്രിയപ്പെട്ടവരെ. പെട്ടെന്ന് തീരും ദുനിയാവ്, പെട്ടെന്ന് മരണം സംഭവിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് പണമില്ല, അധികാരമില്ലാത്തതിന്റെ പേരിൽ പാവപ്പെട്ട ആലിമീങ്ങളെ റമളാനായപ്പോ എന്തെല്ലാം കാര്യം പറഞ്ഞെന്നറിയോ? സാധുക്കളായ ആലിമീങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് പറയാ, അവരെ ജോലി ഞങ്ങൾ കളഞ്ഞല്ലോ. അഹങ്കാരത്തോടുകൂടി പണത്തിന്റെ, ഹുങ്കിന്റെ, അധികാരത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ പേരിലാണ് പാവങ്ങളായ ആലിമീങ്ങളെ പുറങ്കാല് കൊണ്ട് ചവിട്ടി എറിയുന്നതെങ്കിൽ അദാബാ
ഒരു മഹാൻ പറഞ്ഞതുപോലെയാ, രാഷ്ട്രീയക്കാരോട് കളിച്ചാൽ ദുനിയാവിൽ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു ആലിമിന്റെ കൽബ് വേദനിപ്പിച്ചാൽ ആഖിറമുണ്ടാവൂല. അതുകൊണ്ട് മുഹിബ്ബാ, ആലിമാവാൻ കഴിഞ്ഞില്ല, മുത്തഅല്ലിമാവാൻ കഴിഞ്ഞില്ല, അവർ കേൾക്കുന്നത് പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ല, അവരെ കൽബ് കൊണ്ട് ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പാവങ്ങളായ മുത്തഅല്ലിമീങ്ങളാ, അവര് വരുമ്പോൾ അവരെ സന്തോഷത്തോടെ ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ ദാറുൽ ഹുസ്നയുടെ വലിപ്പം പറയാനും ഈ സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചത് കൊണ്ടും പറയുന്നതല്ല. വല്ലാഹി അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 1-2 ഹദീസ് കൂടി പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും പണത്തിന്റെ അധികാരത്തിന് വേണ്ടിയല്ല. അമ്പിയാക്കന്മാരിൽ ഭൂരിഭാഗം പേരും ഫക്കീറുകളാണ്, മിസ്കീന്മാരാണ്. തുച്ഛമായ അമ്പിയാക്കന്മാര് മാത്രമേ പണക്കാർക്കും അധികാരമുള്ള കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നറിയോ? ഹബീബായ തങ്ങൾ പറയാ, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കളെന്നോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ, അവർ എടുത്തത് പണമല്ല, അവർ അനന്തരം എടുത്തത് പണമല്ല, അധികാരമല്ല. ഇന്നമാ വറത്തുൽ ഇൽമ ഫമൻ അഖദ ബിഹി അഖദ ബിഹള്ളിൻ വഫിറാ. അധികാരമുള്ളവനും പണമുള്ളവനും വലിയ വീട് വെച്ചും വലിയ അടിസ്ഥാനങ്ങളിലും വലിയ സൗകര്യങ്ങളിലും കഴിയുമ്പോ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത പാവപ്പെട്ട ആലിമീങ്ങൾ ഒരു സുഖവും സന്തോഷവും ഇല്ലാത്ത ജീവിതത്തിൽ അവർ ബുദ്ധിമുട്ടുമ്പോ അല്ലാഹ് പറയുന്നുണ്ട്, വേണ്ട മോനെ, നീ ദുനിയാവിൽ അല്പം കഷ്ടപ്പെട്ടാലും ആഖിറത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് പൊന്നുമോനെ. ഈ കാണുന്ന ഹജറും മദറും ഷജറും സർവ്വ സംവിധാനങ്ങളും സ്വർണമാക്കി തരട്ടെയോ നബിയേ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു ചോദിക്കുന്നത്. ചുറ്റുമുള്ള ശത്രുക്കൾ വിളിച്ചു ഫക്കീറാ. ഖദീജ ബീവി എന്ന പണക്കാരി കിട്ടിയ ഏറ്റവും വലിയ കോടീശ്വരിയായ പെണ്ണിനെ കെട്ടിയ ഫക്കീറാ. അത് പറഞ്ഞ് മക്കയിലെ മുശ്രിക്കീങ്ങൾ കളിയാക്കിയപ്പോ അള്ളാന്റെ റസൂലിനോട് റബ്ബ് ചോദിച്ചതാണ്, നബിയേ, ഇക്കാണുന്ന ചരലും മണ്ണും കല്ലെല്ലാം സ്വർണമാക്കി തരട്ടെയോ നബിയേ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, വേണ്ട നബി, വേണ്ട അല്ലാ. അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിത്നി മിസ്കീനാ. മിസ്കീനായിട്ട് എന്നെ ജീവിപ്പിക്കണേ റബ്ബേ, മിസ്കീനായിട്ട് മരിപ്പിക്കണേ അല്ലാ. നമ്മൾ പറയുന്നത് നേരെ തിരിച്ചാണ്, പണക്കാരനായിട്ട് ജീവിപ്പിക്കണേ അല്ലാ, പണക്കാരനായിട്ട് മരിപ്പിക്കണേ അല്ലാ, അല്ലേ? നമ്മൾ അങ്ങനെ പറയാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പണം വേണ്ടെന്നല്ല, പണം വേണം, പക്ഷേ പണത്തെക്കാൾ മൂല്യം ഇൽമിന് കൊടുക്ക്. നീ ചെന്നൊരാലിമിന്റെ അടുത്താൽ പിന്നെ പഠിച്ചില്ല അവനിൽ നിന്ന് ഒന്നും തന്നെ. എന്നാലുമുണ്ട് സഹോദരാ 7 എണ്ണവും, അറിയാത്ത പദവികൾ കേൾക്കണേ അത് മൊത്തവും. നീ ഒരു ആലിമിന്റെ അടുത്ത് ചെന്നാ മതി, നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന 7 പദവികൾ. മഹാനായ തഴവ ഉസ്താദ് പാടുക, മുത്തഅല്ലിമാ നീ എന്ന ബഹുമതി നേടിടും, പഠിച്ചില്ല എങ്കിൽ തന്നെയും അതിലുൾപ്പെടും. നീ പഠിക്കണ്ട, നീ പഠിക്കണ്ട, നീ മുന്നിൽ പോയിരുന്നാൽ മതി. പാപങ്ങളിൽ നിന്നൊക്കെയും ഒഴിവായിടും, ഇരിക്കുന്ന സമയമൊക്കെ വരുമേ നിന്നിലും. നീ ആലിമിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയും ഇറങ്ങുന്ന സമയം റഹ്മത്ത് പൊതിയും നിന്നെയും. ഇൽമിന്റെ സദസ്സിൽ വന്നിറങ്ങും റഹ്മത്ത്, അതിൽ നിന്നൊരോഹരി കിട്ട് വീണ്ടും നിഅമത്ത്. നീ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഇൽമുകൾ ഹസനാത്തിലായി എഴുതുന്നതാണ് മലക്കുകൾ. അംലാക്ക് ചിറകു കൊണ്ട് പൊതിയും അവരെയും, ആ ഭാഗ്യം അപ്പോൾ വന്ന് തടയും നിന്നെയും. നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഒരു ആലിമിന്റെ മുന്നിൽ ചെന്നിരുന്നാൽ ഒന്നാമതായി നിനക്ക് കിട്ടുന്ന നീ ഒരു മുത്തഅല്ലിമാ. ഓരോ ഇൽമു കേൾക്കുമ്പോൾ, ഓരോ ഇൽമു കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നിനക്ക് ഓരോ ഹസനാത്ത് എഴുതുകയാ. അംലാക്ക് ചിറകു കൊണ്ട് പൊതിയും അവരെയും,
ആ ഭാഗ്യം അപ്പോൾ വന്ന് തടകും നിന്നെയും. നീ പഠിക്കുന്ന സമയം മുഴുവൻ അംലാക്കുളവരെ ചിറകൊണ്ട് മോനെ നീ അറിയുന്നില്ല. ദാറുൽഹുസ്നയുടെ അകത്തളത്തിരിക്കുന്ന പൊന്നുമോനെ, മുത്തഅല്ലിമേ പൊന്നുമോനെ പറയാ, പൊന്നുമോനെ കഷ്ടപ്പാടാ. ചിലപ്പോ നീ ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടൂല, നീ ആഗ്രഹിക്കുന്നത് പോലെ കളിക്കാനും ടൂറിന് പോകാനും അറുമാദിക്കാനും പറ്റൂല. രാവിലെ എഴുന്നേൽക്കുമ്പോ ഉസ്താദിന്റെ മുന്നിൽ വന്നിരിക്കേണ്ടി വരും. അങ്ങനെ ഇന്നെന്ത് സുഖമെന്നറിയോ? പണ്ടെന്റെ നജീബ് ഉസ്താദൊക്കെ പഠിക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾക്കറിയോ? നിങ്ങളെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയ രംഗം എന്തെന്നറിയോ? സമ്പത്തില്ല, സൗകര്യങ്ങളില്ല. നിങ്ങൾ നജി എന്ന് വിളിച്ച് നിങ്ങളുടെ പൊന്നുമോനെ പോലെ നിങ്ങളെ നോക്കി വളർത്തി ഞങ്ങളുടെ ആദരണീയായ ഗുരുനാഥന്റെ പഴയ അവസ്ഥ നിങ്ങൾക്കറിയുമോ? പഠിക്കാൻ പുസ്തകമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ നാട്ടിൽ നിന്ന് ദീൻ പഠിക്കാൻ പോയിട്ട് ഇന്ന് നിങ്ങളുടെ നാട്ടിലൊരു പ്രകാശം പോലൊരു സർവ്വ സംവിധാനങ്ങളുമുള്ളൊരു സൗകര്യമുള്ള കെട്ടിടം കൊണ്ടുവന്ന് പണിഞ്ഞിട്ട് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ പാവങ്ങളായ പൊന്നുമോളെ കൊണ്ടുവന്ന് ദീൻ പഠിപ്പിക്കുമ്പോ ഈ നാട്ടിൽ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, സമ്പന്നർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സൗകര്യമുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും താഴെക്കിടയിൽ അല്ലാഹു തെരഞ്ഞെടുത്ത ഞങ്ങളുടെ ഉസ്താദിനെയാ. പല്ലാരിമംഗലം ദറസിൽ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഉസ്താദ് മുശാവറ നടത്തി ഞങ്ങളുമായിട്ടാ. എന്റെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങണമെന്ന് എന്റെ കൽവിൽ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഞങ്ങളപ്പോ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഈ പല്ലാരിമംഗലത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച് പൂർത്തിയാക്കിയിട്ട് പോയാ പോരെ? ഇല്ല മോനെ, അവിടെ ഒരല്പം സ്ഥലം തരാമെന്നൊരു സഹോദരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ചെറിയൊരു വാടക വീട് കിട്ടിയിട്ടുണ്ടല്ലോ. സ്വതന്ത്രമായിട്ട് നമുക്ക് പഠിക്കാമല്ലോ, നമ്മളെ ഇഷ്ടത്തിന് കിതാബ് ഓതാമല്ലോ, ആരുടെയും മുന്നിൽ നമ്മൾ കണക്ക് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് കെട്ടിപ്പുറപ്പെട്ടതാണ് പട്ടിമറ്റത്തിന്റെ മണ്ണിൽ വാടക വീട്ടിൽ. സുബ്ഹാനല്ലാഹ്, അന്ന് വന്നിറങ്ങിയതാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അവസ്ഥയിലെത്തിയെങ്കിൽ നാളെ സനദാനം നടക്കുകയാ. 5 ഹാഫിളീങ്ങളാ. എല്ലാവരും വരണം. ആ കണ്ണ് നിറയുന്ന കാഴ്ചയൊന്ന് കാണാ. എന്തൊരു കാഴ്ചയെന്നറിയോ? പട്ടിമറ്റത്തിന്റെ ഈ മണ്ണിൽ നിന്ന് സുബ്ഹാനല്ലാഹ് മുഹമ്മദ് കുഞ്ഞിസാറ് കൊടുത്ത ഈ മണ്ണിൽ നിന്ന് 5 പണ്ഡിതന്മാരായ ഹാഫിളീങ്ങൾ അള്ളാന്റെ ഖുർആന്റെ കലാം പഠിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് സനദ് വാങ്ങുകയാ. ഏറ്റവും വലിയ ഉന്നതമായ മാർക്കോടുകൂടി വിജയത്തിന്റെ പേമാരി വെല്ലൂർ ബാഖിയാത്തിൽ മുഴക്കിയിട്ട് സുബ്ഹാനല്ലാഹ് 2 പൊന്നാര മക്കൾ ആലിമീങ്ങളുടെ സനദ് വാങ്ങുമ്പോ സഹോദരങ്ങളെ, സുവർണ നിമിഷമല്ലേ നമുക്ക്? അള്ളാഹു ആകാശത്ത് നിന്ന് നമുക്കിറങ്ങുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. ഹബീബായ തങ്ങളാ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മക്കളുണ്ടായാ പോരാ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്വൽ മുഈൻ രേഖപ്പെടുത്തുന്നുണ്ട്, അവ്വലു വാജിബുൻ അലൽ അബാ. ഒരു വാപ്പാക്കൊരു പൊന്നുമോനുണ്ടായാൽ, ഒരു ഉമ്മാക്കൊരു പൊന്നുമോനുണ്ടായാൽ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് എന്തെന്നറിയോ? പൊന്നുമോ വരുമ്പോ ഉമ്മ എന്ന് പറഞ്ഞു പഠിപ്പിക്കും, വാപ്പ എന്ന് പറഞ്ഞു പഠിപ്പിക്കും. ആദ്യമായിട്ടൊരു പൊന്നു കുഞ്ഞുണ്ടാകുമ്പോൾ അവനെ പഠിക്കുന്ന സമയം ബോധമാകുമ്പോ അവനെ പഠിപ്പിക്കേണ്ടത് എന്തെന്നറിയോ? അന്ന നബിയനാ ബുഇസ ബിമക്ക. ആദ്യം പഠിപ്പിക്കേണ്ടത് അതാണ്. ജനിക്കുന്നതിന് മുമ്പേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, ഏറ്റവും വലിയ ഭൗതികമായ വിദ്യാഭ്യാസം നൽകണം, ഇന്ന സ്കൂളിൽ ചേർക്കണം, ഇത്ര പണം മുടക്കണം, അധികാരത്തിന്റെ സോപാനത്തിൽ മക്കളെ വിരാജിപ്പിക്കണം, അമേരിക്കയിൽ വിടണം, ലണ്ടനിൽ വിടണം, വിട്ടോ കുഴപ്പമില്ല. പക്ഷേ വാപ്പയാരാണെന്നറിയാത്ത മക്കളാവല്ലേ. 2 നില വീടുണ്ടാക്കിയിട്ടിട്ട് പൊന്നുമോനും 2 നില വീടുണ്ടാക്കി അമേരിക്കയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അവൻ നാട്ടിൽ വന്നപ്പോൾ പഴയ വീട്ടിലുള്ള തന്റെ പൊന്നുമ്മ മരണപ്പെട്ടപ്പോ അവൻ പറഞ്ഞത് എന്തെന്നറിയോ? ഇത് ഈ കേരളത്തിൽ നടന്നതാ വാപ്പാ.
ആ പൊന്നുമോൻ പറയാ, ഉമ്മാടെ മയ്യത്ത് എന്റെ വീട്ടിൽ കയറ്റല്ലേ, പെരതാമസം കഴിഞ്ഞിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ, മയ്യത്ത് കയറ്റാൻ ഈ വീട് പര്യാപ്തമായിട്ടില്ല. പ്രായമായ ഉമ്മ വീട്ടിൽ മൂത്രമൊഴിക്കുന്നതിന്റെ പേര്, കാഷ്ടിക്കുന്നതിന്റെ പേര് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ നാടാണ് നമ്മുടെ കേരളമെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് ആരാണെന്നറിയില്ല, അള്ളാന്റെ റസൂൽ ആരാണെന്നറിയില്ല. നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ ഏറ്റവും വലിയ സാക്ഷരത ജില്ല കോട്ടയം ജില്ലയാ പ്രിയപ്പെട്ടവരെ. നൂറുകണക്കിന് അവിടെ 100 കണക്കിനോളം വൃദ്ധസദനങ്ങളുടെ കേദാരമായി കോട്ടയം ജില്ല മാറിയെങ്കിലും മലബാറിന്റെ മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനങ്ങളില്ല. എന്തുകൊണ്ടില്ല? അവിടെ ഉമ്മയെയും വാപ്പയെയും കൊണ്ട് കുഴിച്ചു മൂടാനും കുഴിയിൽ തള്ളാനുമുള്ള ബോധമില്ലാത്തവരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശക്തമായ കണക്കെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, മക്കൾക്ക് ദീനില്ലേ, നിങ്ങളെ ഖബർ അനാഥമാ. മക്കൾക്ക് ദീനിയായ ബോധമില്ലേ, നിങ്ങളെ മയ്യത്ത് അനാഥമാ. ഉമ്മ വെറുതെ പറയല്ല. തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു മയ്യത്ത് കാണാൻ പോയി. കൂട്ടുകുടുംബക്കാരുടെയാ കാണാൻ പോയി. മയ്യത്തടക്കുന്നത് അകലെ ഒരു പള്ളിയിലാ. സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള ആളുകളുടെ സംവിധാനങ്ങളും എന്തെന്നറിയോ? മയ്യത്ത് ഇറക്കി വെക്കാൻ അറിയില്ല. മയ്യത്ത് കബറിൽ കൊണ്ടുപോയപ്പോ മയ്യത്തങ്ങ് കബറിൽ വീണു പോവുകയാ. എറണാകുളം ജില്ലയുടെ പള്ളിയുടെ മുടിക്കൽ പള്ളിയുടെ ഖബർസ്ഥാൻ നിങ്ങൾ വന്നിട്ടുണ്ടോ? എത്ര ആലിമീങ്ങളെന്നറിയോ, എത്ര സ്വാലിഹീങ്ങളെന്നറിയോ? തൽക്കീന് ചൊല്ലാനും ദിക്റ് ചൊല്ലാനും മയ്യത്തിന് ബഹുമാനത്തോട് കൂടി കൊണ്ടുപോയി പള്ളി വെച്ച് നിസ്കരിക്കാൻ അറിയാത്ത മക്കളുടെ കാലമാ. വിദേശത്ത് മാത്രം പഠിച്ച പൊന്നുമോൻ വാപ്പാടെ മയ്യത്ത് നിസ്കരിച്ച കഥ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ? അവൻ ഉമ്മാനെ പരിചരിച്ചിട്ടില്ല, വാപ്പാനെ നോക്കിയിട്ടില്ല. അവൻ 22 വയസ്സായപ്പോ അമേരിക്കയിൽ പോയതാ. പിന്നെ വന്നത് ഉമ്മാടെ മയ്യത്ത് കാണാനാ. അവൻ 1ാമത്തെ തക്ബീർ കെട്ടി, 2ാമത്തെ തക്ബീർ കെട്ടി, 3ാമത്തെ തക്ബീർ കെട്ടി. ഫാത്തിഹ ഓതിയോ ഇല്ലയോ അല്ലാഹു അഅലം. 4ാമത്തെ തക്ബീർ കെട്ടിയിട്ട് നിർത്തിയില്ല. അവൻ 5ഉം കെട്ടി, അവൻ 6ഉം കെട്ടി, 7ഉം കെട്ടി. ആളുകൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് മുഫാറഖത്തിന് നിയത്തും വെച്ച് പല ആളുകളും മാറി നിസ്കരിക്കുമ്പോ ഇവൻ ചോദിച്ചു, വർഷാവർഷം ഞാൻ വരുമ്പോ 7 തക്ബീറാണല്ലോ. അവൻ വാപ്പാടെ പെരുന്നാൾ നിസ്കരിച്ചവനാ. അങ്ങനെയുള്ള കഴുതകളെ പോലെയാണോ നിങ്ങളുടെ മക്കളെങ്കിൽ അബദ്ധമാണ്, അപകടമാണ്, ഖബർ അനാഥമാണ്. ചരിത്രം നിങ്ങൾക്ക് കേൾക്കണോ? സഹോദരങ്ങളെ, അതുകൊണ്ട് പറയാ, ഭൗതിക വിദ്യയുടെ പിന്നാലെ മാത്രം വിടല്ലേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടിയ ബൈത്ത് എങ്ങനെയെന്നറിയോ? ഭൗതിക വിദ്യ വാഹനം കൊള്ളാമെടോ, ഭൗതിക വിദ്യാവാഹനം കൊള്ളാമെടോ, ആത്മീയ വിദ്യയാണ് അതിൻ്റെ ബ്രേക്കടോ. ഇത് വാപ്പായാ, ഇത് ഉമ്മായാ. ഉമ്മാടുത്ത് ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. എന്റെ ഉസ്താദിന്റെ വാപ്പാടെ മുന്നില് ശബ്ദമുയർത്തി സംസാരിച്ച് എന്റെ ഹയാത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉമ്മയോട് പലപ്പോഴും പറയും, നിങ്ങൾക്ക് സുഖമില്ലേ, ഒന്ന് മിണ്ടാതിരുന്നൂടെ തള്ളേ. ഉമ്മാനോടാ പറയുന്നത്, പെങ്ങളെ നിങ്ങളുടെ മക്കള് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്നാൽ ദാറുസ്നെ പഠിപ്പിക്കുന്ന ഖുർആന്റെ ആയത്ത് എങ്ങനെയെന്നറിയോ? അവര് പഠിക്കുന്ന ഹിഫ്ദിന്റെ ഖുർആന്റെ ഉള്ളിൽ എന്തെന്നറിയോ? മക്കളെ അങ്ങനെ പറയല്ല. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, വബിൽ വാലിദൈനി ഇഹ്സാനാ. എടാ, വാപ്പയോടും ഉമ്മയോടും നല്ലവണ്ണം പെരുമാറടാ. വഖളാ റബ്ബുക, അല്ലാഹുവിന്റെ വിധി വരികയാ. പടച്ച തമ്പുരാന്റെ തീരുമാനമാണ് പറയുന്നത്. തമ്പുരാന്റെ തീരുമാനമാ. നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നീ ചിറകിന്റെ, നീ കരുണയുടെ ചിറക് നീ താഴ്ത്തി കൊടുക്കു പൊന്നുമോനെ. എന്നിട്ട് നീ പറയണേ, വഖുർ റബ്ബിർഹംഹുമാ, വഖുർ റബ്ബിർഹംഹുമാ.
ഇശാ കഴിഞ്ഞു സഹോദരങ്ങളെ, മണി 11 മണിയായി. ഈ സദസ്സിനോട് ഞാൻ ചോദിക്കട്ടെയോ, ഇന്നീ ദുആ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇന്നീ ദുആ ഖൽബ് കൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്ത ഒരാൾ ഈ മജ്ലിസിലുണ്ടോ? ഇല്ല എങ്കിൽ വാപ്പായോടും ഉമ്മായോടുമുള്ള ഹക്ക് നമ്മൾ പാലിച്ചിട്ടില്ല. പക്ഷേ ഇരിക്കുന്ന വെള്ള വസ്ത്രധാരികളായ മുത്തഅല്ലിമീൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ ദുആ പറഞ്ഞു എന്ന് കൈപൊക്കിക്കേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. 3 പേര് 4-5 പേര്. ഞാൻ വെറുതെ ചോദിച്ചാ അത് പറയാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ 10 മാസം നൊന്തുപെറ്റ വാപ്പാട 10 മാസം നൊന്തുപെറ്റ ഉമ്മാടെ വയറ്റിന്റെ ഹക്ക് പാലിച്ചിട്ടില്ല. എങ്ങനെ? അല്ലാഹ് പറഞ്ഞതാ, എന്റെ ഉമ്മാക്കും വാപ്പാക്കും നീ കരുണ ചെയ്യ്. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ. കുഞ്ഞുനാളിൽ എന്നെ പരിപാലിച്ചതുപോലെ. കുഞ്ഞുനാളിൽ എങ്ങനെയാ പരിപാലിച്ചത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു ബൈത്താണ്! അതിങ്ങനെ പാടി സുമ്മ തോലിട്ട് പനി വരുമ്പോ നെഞ്ചു പിടയ്ക്കും. ഇപ്പൊ എന്റെ ഒരു കുഞ്ഞു മോളുണ്ട്, ഫാത്തിമ ബിഷാറ. ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ഞാൻ പറയും, ഉമ്മ അങ്ങനെ പറയല്ലേ, ഉമ്മ കുഞ്ഞല്ലേ. നമ്മള് കുഞ്ഞുനാളിലെ നമ്മളെ ഉമ്മായും വാപ്പായും നമ്മളോട് കരുണ കാണിച്ചത് പോലെ റബ്ബേ നീ അവരോട് എപ്പോ അവര് പ്രായമായി അറിയാതെ മലമൂത്ര വിസർജനം നടത്തി പോവുക. കള്ള കിളവൻ കിളവി. ഈ സമുദായത്തിലെ ആളുകൾ അത് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ സഹോദരങ്ങളെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് വിലയില്ല, വാപ്പാക്ക് വില. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദീനില്ല. അവൻ എഞ്ചിനീയറാണ്, അവൻ ഡോക്ടറാണ്, അവൻ അമേരിക്കയിലാണ്, ലണ്ടനിലാണ്. ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം കുത്തൊഴുക്കാണ്. കാനഡയിൽ ഇരിക്കാൻ സ്ഥലമല്ല, ഫുൾ മലയാളികളായി എല്ലാരും പോവാൻ. നാട്ടിൽ മൊത്തം ഭായിമാരായി. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ, കുറ്റപ്പെടുത്തി പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ചില വാർത്തകളും ചില സംവിധാനങ്ങളും ചില വീടിന്റെ അവസ്ഥകൾ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഉമ്മായും വാപ്പായും വീട്ടിൽ ഒറ്റയ്ക്കാണ്, മക്കളൊക്കെ എന്നാലും ഒരാള് വീട്ടിൽ നിൽക്കി ഉമ്മാനെ വാപ്പാനെ നോക്കാൻ. നിങ്ങൾ നോക്കിയേ, ഈ ഇരിക്കുന്ന എഞ്ചിനീയറാണ്, ഒരു എഞ്ചിനീയറാണ്, ഭൗതിക വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ KP ഹസൻ ഹാജി എന്ന് പറയുന്ന സാധുവായ മനുഷ്യൻ ആത്മീയ വിജ്ഞാനം കൊടുത്തപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, എന്റെ വാപ്പാടെ ഉമ്മാടെയും ഖബറിൽ, നിങ്ങളെ ഉമ്മാടെയും വാപ്പാടെയും ഖബറിൽ കിട്ടുന്ന പ്രതിഫലമാണോ കൂടുതൽ, അതോ ഈ മനുഷ്യന്റെ ആണോ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? പറ. അപ്പൊ ഞങ്ങൾ സദഖ കൊടുക്കും. നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് അറക്കാമീൻ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ ഒരു അസൂയയുടെ ആമീൻ? അസൂയപ്പെടണ്ട. നമ്മൾ ഉമ്മാക്കും വാപ്പാക്കും എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങളത് ചെയ്യണം. ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തോ? എന്റെ ബഹുമാനായ ഉസ്താദ്, നിങ്ങൾ ചിന്തിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഭൗതിക വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കാത്ത സമയത്താണ് എന്നെ കൈപിടിച്ച് BA ഡിഗ്രിയുടെ കോളേജ് ഉണ്ടാക്കി. ഇന്ന് പള്ളികളിൽ ജോലി ചെയ്യാൻ പോകുന്ന ഉസ്താദന്മാരോട് കമ്മിറ്റിക്കാർ ചോദിക്കും, ഡിഗ്രി ഉണ്ടോ ഉസ്താദ്? BA ആണോ, BCom ആണോ? അവിടെയൊന്നും ഞാൻ ഒരിക്കലും ഇതുവരെ തലകുനിച്ചിട്ടില്ല. ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള B.Ed കാരനാണ് ഞാൻ. എനിക്ക് പോവാൻ നല്ല ശമ്പളവും കിട്ടും. പക്ഷേ എന്നെ പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞു, മോനെ ഇത് നിലനിൽക്കണം, നിനക്ക് ഇതിൽ ഖൈറുണ്ട്. ഇതുവരെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ എവിടെ അഭിമാനത്തിന് ക്ഷതം പറ്റിയിട്ടില്ല. കേരളം മുതൽ കാസർഗോഡ് വരെയും ഏത് മേഖലയിലും പോവും, എങ്ങനെയും പോവും. എന്തുകൊണ്ട്? കയ്യിൽ അല്ലാഹു വിജ്ഞാനം നൽകിയ ഗുരുനാഥന്റെ പൊരുത്തവും നിങ്ങളെപ്പോലുള്ള നല്ലവരായ വാപ്പമാരോ ഉമ്മമാരോ സ്നേഹം കിട്ടിയപ്പോൾ ഉയർന്നു. അതുപോലെ ഇനി നമുക്ക് വളർത്തിയെടുക്കണം ഈ മക്കളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ഈ ഖുർആന്റെ ആയത്തൊന്ന് കേൾക്ക്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ
ദുനിയാവിന്റെ എല്ലാ കാര്യവും അറിയാം. എങ്ങനെ നാട് ഭരിക്കണമെന്നറിയാം, എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നറിയാം, എങ്ങനെ പോസ്റ്റർ ഒട്ടിക്കണമെന്നറിയാം, എങ്ങനെ വീട് വെക്കണമെന്നറിയാം, സർവ്വതും അവൻ അറിയാ. പക്ഷേ കബറി കൊണ്ടുവെക്കുമ്പോ മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇഖ്വാനുക എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ അവർക്കറിയില്ല നബിയേ. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. വിശുദ്ധമായ ഖുർആന്റെ ആയത്താ. അതാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിഭ്രമമായ കാര്യം വരുമ്പോ ആഖിറത്തെ മറന്നു പോകുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കഥ പറയാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കഥ പറയാ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുക. ഒന്ന് ശ്രദ്ധയോടെ കേൾക്ക് സഹോദരാ. കാന അഖവാനി അലാ അഹദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾ വലിയ ബിസിനസ്സുകാരനാ, വലിയ കച്ചവടക്കാരനാ, അവൻ ധാരാളം കാശുണ്ടാക്കുന്നവനാ. മറ്റേ ആളാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലും കോളേജുകളിലുമായി പഠിക്കാനും പഠിപ്പിക്കാനും പോകും. 10 പൈസ വരുമാനമില്ല. ഹബീബായ തങ്ങളെ കാലഘട്ടമാ. ഇന്നും നമ്മുടെ പല വീടുകളിലുമുണ്ട്. മലബാർ ജില്ലയിൽ ഒരു വാപ്പാക്ക് 11 മക്കളാ. 10 മക്കളും ബിസിനസ്സുകാരനാ. ഹുസൈൻ ബാഖവി എന്ന് പറയുന്ന എന്റെ ബാക്കിയാത്തലിന്റെ കൂടെ ശരീകായിരുന്ന വലിയൊരു പണ്ഡിതനുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കാശുകാരായപ്പോ പാവപ്പെട്ട ആലിം മാത്രം ഇന്ന് ചുരുങ്ങിയ ശമ്പളത്തിൽ പള്ളിയിൽ സേവനം ചെയ്യുകയാ. പല സഹോദരങ്ങൾക്കും എന്നത് വെറുപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. കൂടെ പിറപ്പായ ആലിമീങ്ങൾ ഏറ്റവും വലിയ ചെറിയ ചെറിയ ചെറ്റക്കുടിൽ വെക്കുമ്പോ ബിസിനസ്സുകാരനായ തൊന്റെ സഹോദരൻ വലിയ വീട് വെച്ച് താമസിക്കുമ്പോ വരുന്ന ആപത്തും അപകടവും എന്തെന്നറിയോ? ഹബീബായ തങ്ങൾ പറയാ, വല്ലാഖറു യഖ്തരിഫു ഫശക്കൽ മുഹ്തരിഫു അഖാഖൻ നബിയൂ. ഹബീബായ തങ്ങളോട് ബിസിനസ്സുകാരനായ സഹോദരൻ വന്ന് പരാതി പറഞ്ഞു, നബിയേ, ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്യുന്നവനാ നബിയേ. എന്റെ സഹോദരൻ 10ന്റെ കാശുണ്ടാക്കൂല. അവൻ ആലിമാണെന്ന് പറഞ്ഞ്, ആബിദാണെന്ന് പറഞ്ഞ്, മുത്തഅല്ലിമാണെന്ന് പറഞ്ഞ് ഏതോ പാവങ്ങളെ പോയി പഠിപ്പിക്കാനും അവരെ കൊണ്ട് എഴുതിപ്പിക്കാനും ഒക്കെ പോകും നബിയേ. വീടിന്റെ കാര്യം നോക്കാനും പൈസ കൊണ്ടുവരൂല യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലഅല്ലക തുർസഖു ബിഹി. എടാ ബിസിനസ്സുകാരനായ മടയാ, നീ വിചാരിച്ചു പോകരുത് നിന്റെ കടയിലെ കച്ചവടം നടക്കുന്ന നിന്റെ മിടുക്ക് കൊണ്ടാണെന്ന്. ലുലുമാള് പൊങ്ങിയത്, നിന്റെ കച്ചവടം പൊങ്ങിയത്, നിന്റെ അധികാരം പൊങ്ങിയത്, നിന്റെ സംസ്കാരം പൊങ്ങിയത്, നിന്റെ സൗകര്യങ്ങളെല്ലാം ഉയർത്തി തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഹബീബായ തങ്ങളാ പഠിപ്പിക്കുന്നത്. ലഅല്ലക തുർസഖു ബിഹി. ആ പാവപ്പെട്ടവനായ ആലിമായ നിന്റെ സഹോദരൻ പോയി ഇൽമു പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ റിസ്ക് അല്ലാഹ് തരുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഹബീബായ മുഹമ്മദ് മുസ്തഫ കച്ചവടം നടത്തിയിട്ട് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ മിടുക്ക് കൊണ്ടാണെന്ന് പറയരുതെന്ന്. പിന്നെ എന്തുകൊണ്ട് ഇതുണ്ടായി? നീ ഏതോ പാവപ്പെട്ടവൻ നിന്റെ വീട്ടിന്റെ മുന്നിൽ വന്നപ്പോ നീ കൊടുത്തു ഇൽമു പഠിക്കാൻ. നിങ്ങൾ ഇന്നലെ ഇഷ്ടം പോലെ കൊടുത്തു. എന്റെ ഉസ്താദ് പറഞ്ഞു ചോദിക്കണ്ട, എന്നാൽ നിങ്ങൾ അവസാനം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ചോദിച്ച് മേടിക്കുന്ന ഒരു സംവിധാനം ഇല്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ തുടങ്ങിയത്. ആ വർഷം സൈക്കിളുമായിട്ട് ഞാൻ ഫസ്റ്റ് ഹൈദറൂസ് കട വീട്ടിൽ ബീഫ് വാങ്ങാൻ വന്നത്, അലിക്കാടകളിൽ പച്ചക്കറി വാങ്ങാൻ വന്നത്, പിന്നെ അങ്ങനെ ഇബ്രാഹിം കടകളിൽ ഇങ്ങനെ കടയിലൊക്കെ മീൻ വാങ്ങാൻ. ഏറ്റവും നല്ല മീൻ നിങ്ങൾക്ക് അല്ലാഹു തരുന്നത് ഈ ദുനിയാവിൽ, നാളെ ആഖിറത്തിലല്ല, ദുനിയാവിൽ വെച്ച് അല്ലാഹു തരും. നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ പരമ്പരകളെ അല്ലാഹു നശിപ്പിക്കൂല. നിങ്ങളെ പരമ്പരകൾ ഒരു ആപത്തും വരൂല. എന്തുകൊണ്ട്? നിങ്ങളെ റിസ്കിന്റെ ഒരു ഭാഗം ഒരു ആലിമിന്റെ, ഒരു മുത്തഅല്ലിമിന്റെ ഉള്ളിൽ ചെന്നതുകൊണ്ട്. ഉറപ്പാണ്. എടാ നിനക്ക് കിട്ടിയത്, നിനക്ക് അല്ലാഹു റിസ്ക് തന്ന നീ അവന് കൊടുത്തത് കൊണ്ട്. ഏവന് പഠിക്കാൻ വന്ന പാവപ്പെട്ടവനെന്ന് മുഹമ്മദ് മുസ്തഫ.
അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എവിടെ വാതിന് പോയാലും ദുആ ചെയ്യും, പടച്ചവനെ പഠന നാടുകളിൽ ഈ അവസരം വരെ ഒരു നേരത്തെ ഭക്ഷണം തന്ന ഒരാളെപ്പോലും നീ മറക്കല്ലേ അല്ലാ. ഞാൻ മറന്നുപോയിട്ടുണ്ടാവും. 13-ാം വയസ്സിൽ കൊല്ലം ജില്ലയിൽ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ കിട്ടിയ സാമ്പാറിന്റെ വെണ്ടയ്ക്കടകത്ത് പുഴുവായിരുന്നു. അന്ന് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, കൊല്ലം ജില്ലയിൽ പഠിക്കാറങ്ങി വെണ്ടയ്ക്കടകത്ത് പുഴുവായിരുന്നു. അന്ന് 5 പേര് നിർത്തിപ്പോയി. പുഴു തിന്നാൻ വേണ്ടി വരാൻ ദാരിദ്ര്യമുള്ളവനല്ല. എന്റെ വീട്ടിലപ്പോ ദാരിദ്ര്യമുള്ളത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. ദാരിദ്ര്യമുള്ളവൻ ആലുമായി, പണക്കാരൻ ഇന്ന് കൂലിപ്പണിക്ക് പോവാണ്. ആലോചിച്ച് നോക്കിയേ, ഏറ്റവും നല്ല ഭക്ഷണം ഞാൻ കഴിച്ചില്ല എപ്പോഴെന്നറിയോ? എന്റെ വീട്ടിൽ നല്ല ഫുഡ് ഉണ്ട് കേട്ടാ. വീട്ടിലൊന്നും വാപ്പാക്ക് ഹൈ ലെവൽ ടീമാണ് അന്ന്. പിന്നെ ഞാൻ 16-ാം വയസ്സിൽ +1 പഠിക്കാൻ വേണ്ടിയിട്ട് കുഴിക്കാട്ടുകര പിന്നെ ഉസ്താദിന്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഏറ്റവും ഹെവി ഫുഡ്. അപ്പൊ ഞാൻ തീരുമാനിച്ചിരുന്നു ഇവിടെ നിന്ന് പോകണ്ടാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച്, പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഭക്ഷണമില്ലാതെ കഴിക്കാനില്ലാതെ വീട്ടിൽ 10-15 മക്കളാണ്. അപ്പൊ 5 പഠിക്കാൻ ഒരു സ്ഥലത്തുണ്ടാക്കും, 5 അടുത്ത സ്ഥലത്തുണ്ടാക്കും. പിന്നെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ കോലി ആലിമ്യങ്ങളായി. ബഹുമാനപ്പെട്ട OP ഉസ്താദ് 30 കൊല്ലം നമ്മുടെ പള്ളിയിൽ നിന്നില്ലേ. അവരൊക്കെ പണ്ടൊക്കെ അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ കണക്ക് കേട്ടാ നമ്മൾ അന്തം വിട്ടു. എന്റെ ഉസ്താദ് തന്നെ പല കഥകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ത്യാഗം സഹിച്ചിട്ടെന്നറിയോ ഇവർ ആലിമീങ്ങളായി വന്നത്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? പള്ളിയിൽ ഖത്തീബായിട്ട് വരുന്നവരെ ഖുർആൻ ആയത്ത് ശരിയാണെന്ന് നോക്കാൻ വേണ്ടി ഇരിക്കുന്നത് ആരാ? നിങ്ങൾ പറ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. നിങ്ങൾ ഒന്നേ ആഗ്രഹിക്കാവൂ, എന്റെ ഖബറിൽ ഇതിന്റെ പ്രതിഫലം കിട്ടണം അല്ലാ എന്ന് മാത്രം ആഗ്രഹിച്ചാൽ മതി. ഒരു ഹദീസ് കൂടെ കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്നക ലതസദ്ദഖു അൻ മയ്യതിക. അവനെ ഡിലേ ഒന്ന് കൂട്ടി വെച്ചേ. ഇന്നക ലതസദ്ദഖു അൻ മയ്യതിക ബിസദഖ. മരണപ്പെട്ടവർ വാപ്പ മരണപ്പെട്ടവർ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉമ്മ മരണപ്പെട്ടവർ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വാപ്പായി ഉമ്മ ഇല്ലാത്തൊരു അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പറയട്ടെ, നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ. നിങ്ങളെന്താ മിണ്ടായിരിക്കുന്ന? നിർത്തണോ? വേണ്ട എന്നാ കേട്ടോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. നിങ്ങൾ നിങ്ങളുടെ വാപ്പാടെ ഖബറിന്റെ അടുത്ത് പോയി നിങ്ങളൊരു സലാം പറയാത്തൊരു ദിവസം ഉണ്ടാകരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി, അടുത്ത വെള്ളിയാഴ്ച കണക്കല്ല. നിങ്ങൾക്ക് എപ്പോ പോയി ഒരു ഫാത്തിഹ ഓതാൻ പറ്റുമോ അപ്പോഴൊക്കെ ഓതാൻ. വിദൂരത്താണെങ്കിൽ ഒരു യാസീനും ഫാത്തിഹായും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഓതാത്തൊരു ദിവസം ഉണ്ടാകരുത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമോ? അബവ എന്ന മണ്ണിൽ വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ നേരെ പോവുകയാ. ഉമ്മാ ആറാമത്തെ വയസ്സിലാ ഉമ്മ പോയത്. പൊന്നുമോനെ മുഹമ്മദേ, ഈ ഉമ്മ ഈ ദുനിയാവിൽ നിന്ന് പോയാലും പൊന്നുമോനെ നീ ഉന്നതമായ ശ്രേണിയിൽ സഞ്ചരിക്കുമെടാ പൊന്നുമോനെ എന്ന് പറഞ്ഞു. 6-ാമത്തെ വയസ്സിൽ പൊന്നുമോനെ ബാക്കിയാക്കി പോയ ആമിന ബീവിയുടെ പൊന്നാര ഉമ്മാടെ ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ വരുമ്പോ ഹബീബായ തങ്ങൾ വിളിക്കുന്ന രംഗം എന്തെന്നറിയോ? ഒരു ദിവസം ആയിഷ ബീവി അത് കാണുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങിങ്ങനെ കരയല്ലേ നബിയേ. ആയിഷ എന്റെ ഉമ്മയാണ്, ആയിഷ എന്റെ ഉമ്മയാണ്, ആയിഷ ഉമ്മ ഉമ്മ ഉമ്മ. اللهم اغفر لها اللهم اغفر لها. എന്റെ ഉമ്മാക്ക്, ഈ മുഹമ്മദിന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുമായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയാ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരാ. ഇന്നക ലതസദ്ദഖു അൻ മയ്യതിക ബിസദഖ. വാപ്പാടെയും ഉമ്മാടെയും ഖബറിൽ
നിങ്ങൾ കൊടുക്കുന്ന ഹദിയകളുടെ പ്രതിഫലം എന്തെന്നറിയോ? ഫയജീഉ ബിഹാ മലകും മിനൽ മലായിക. ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കരനായ അലി ഉസ്താദിന്റെ വാപ്പ ഇന്ന് ഖബറിലാ. സുബ്ഹാനല്ലാഹ്, വടിയും പിടച്ച് പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ പള്ളിയിൽ വരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വലിയ സാലിഹായ ഒരു മനുഷ്യനായിരുന്നല്ലോ. അങ്ങനെ പട്ടിമറ്റത്തിന്റെ ഖബർസ്ഥാനിൽ എത്ര വാപ്പമാരും എത്ര ഉമ്മമാരും ആ സഹോദരങ്ങളെ മക്കളെ എന്ന് വിളിച്ച് ഞങ്ങളെയൊക്കെ വിളിച്ച പലരും ഇന്ന് ഖബറിലാണല്ലോ. ഈ ദുആയുടെ ഫലങ്ങളല്ലാ, ഈ വഅദിന്റെ പ്രതിഫലങ്ങളല്ലാ നീ നിശ്ചയിച്ചതാ ഖബറിടങ്ങളിൽ എത്തിക്കണേ അല്ലാ. മുത്തുനബി തങ്ങളാ പറയാ, ഒരു ഹദിയ നിങ്ങൾ കൊടുക്കുമ്പോ മലക്കും മിനൽ മലായിക, ആത്മീയ വിദ്യയുടെ ഏറ്റവും വലിയ സുന്ദരമായ ഭാവങ്ങളാ. അതിന് അല്ലാഹു മാതാപിതാക്കളായ നിങ്ങൾ മക്കളെ പഠിപ്പിക്കുമ്പോ ആ മക്കള് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രതിഫലങ്ങളുടെ, ഖുർആനുകളുടെ, ഹത്തമുകളുടെ, സ്വതക്കകളുടെ, ഇൽമുകളുടെ പ്രതിഫലങ്ങൾ നിങ്ങളുടെ ഖബറിലെത്തുന്ന രംഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു മലക്കുണ്ടല്ലോ, ഒരു പ്രകാശത്തിന്റെ പാത്രത്തിൽ നിന്നെ ആവാഹിച്ചുകൊണ്ട് നിങ്ങളെ ഖബറിലോട്ട് കൊണ്ടുവരികയാ. ഫയഖൂമു അലാ റഅസിൽ ഖബരി ഫയുനാദി യാ സ്വാഹിബൽ ഖബരിൽ ഗരീബ് അഹ്ലുക ഖദ് അഹ്ദൗ ഇലൈക ഹാദിഹിൽ ഹദിയ്യ. നമ്മളെ വാപ്പമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരങ്ങൾ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഖുർആൻ ഓതുമ്പോ, ഹദിയ ചെയ്യുമ്പോ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യങ്ങളായ അമലുകളുടെ, ഇബാദത്തുകളുടെ ഫലങ്ങൾ അവരെ ഖബറിലെത്തുമ്പോ തലയ്ക്ക് ഭാഗത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുമ്പോ ആ മലക്ക് പറയാ, സ്വീകരിക്കൂ. ഖബറാളിയായ മനുഷ്യനോട് പറയാ. ആ സമയത്ത് ഫയദ്ഖുലുഹാ ഇലൈഹി ഫീ ഖബരിഹി വയുഫ്സഹു ലഹു ഫീ മദാഖിലിഹി വയുനവ്വറു ലഹു ഫീഹി. ആ ഖബർ അങ്ങ് വിശാലമാവുകയാണ്. നമ്മുടെ വാപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ കാരണവന്മാരുടെ, ബന്ധുമിത്രാദികളുടെ, കൂട്ടുകുടുംബാദികളുടെ സഹോദരങ്ങളെ ഇവിടെ ഓരോ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴും കെ.പി. ഹസൻ ഹാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട വാപ്പാടെ, ആ പ്രിയപ്പെട്ട ഉമ്മാടെ ഖബർ ഇങ്ങനെ വിശാലമാവുകയാ. ഓർക്കുന്നുണ്ടോ? ഓരോ സെക്കൻഡോളം ഇങ്ങനെ വിശാലമാവുകയാ. നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളുടെ, നിങ്ങൾ കൊടുക്കുന്ന ഹദിയകളുടെ, സദഖകളുടെ, നിങ്ങൾ കൊടുത്ത കല്ലുകളുടെ, നിങ്ങൾ കൊടുത്ത ഓരോ രൂപ തുട്ടുകളുടെയും അതിന്റെ പ്രതിഫലങ്ങൾ വാപ്പാടെയും ഉമ്മാടെയും ഖബറിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ് ഖബർ ഇങ്ങനെ പ്രകാശിക്കുകയാ. ഫയദ്ഖുലുഹാ അലൈഹി ഖബറഹു ഫയുഫ്സഹു ലഹു ഫീ മദാഖിലിഹി വയുനവ്വറു ലഹു ഫീ ജസല്ലാഹു അഹ്ലി. ആ ഖബറാളി പറയാ, ജസല്ലാഹു അഹ്ലി, എന്റെ കുടുംബക്കാരാ, നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരട്ടെ, ഖൈറൽ ജസാ, ഏറ്റവും നല്ല പ്രതിഫലം തരട്ടെ എന്ന് പറയുമ്പോ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത പട്ടിമറ്റത്തിന്റെ ഖബർസ്ഥാന്റെ ഉള്ളിൽ ഇന്ന് വരെ ആ മക്കള് പോയിട്ടില്ല. ഇന്ന് വരെ ആ മക്കൾ ആ ഖബറിലൊന്നും പോയിട്ടില്ല. ആ ഖബറുണ്ടോ അടയാളം പോലുമില്ല. അങ്ങനെ എത്ര പള്ളികളുണ്ട്, എത്ര ഖബറുകളുണ്ട് നമ്മുടെ പള്ളിക്കാടുകളിലോ. ആരും ചെല്ലാത്ത ഖബറാളി പറയുന്ന കാര്യം എന്തെന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നറിയോ? വാപ്പാ, നിങ്ങൾക്ക് ഈ ഗതികേട് വരരുത്. ഉമ്മാ, പൊന്നുമക്കൾക്ക് രാവിലെ ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് അവരെ വസ്ത്രം കഴുകി കൊടുത്തിട്ട് അവരെ പണികളെല്ലാം ചെയ്തു കൊടുത്തിട്ടു അവരെ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിപ്പിച്ചിട്ടു ഖബറിൽ പോയി കിടക്കും അനാഥമായിട്ടാണ് പെങ്ങളെ നീ കിടക്കേണ്ടി വരുന്നതെങ്കിലോ നീ പറയുന്ന കാര്യം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയാ ഫയഖൂലു ലസീഖു ദാലികൽ ഖബരി അന ലം മഖ്ലുഫു ലീ വലദാ വലാ അഹദാ അല്ലാഹ് അല്ലാഹ്
രണ്ടാൺമക്കളുണ്ടായല്ലോ അല്ലാ, മൂന്നാൺമക്കളുണ്ടായല്ലോ അല്ലാ, 4 പെൺകുട്ടികൾ ഉണ്ടായല്ലോ അല്ലാ. എന്റെ ഖബറിലേക്ക് ഒരു ഫാത്തിഹ ഓതാൻ ഒരെണ്ണം പോലും ഇല്ലല്ലോ അല്ലാ. ഒരാളെ പോലും ഞാൻ മാറ്റി വെച്ചില്ലല്ലോ അല്ലാ. ഖബറിൽ കിടന്ന് കരയും വാപ്പാ, പെങ്ങളെ കേൾക്കുന്നുണ്ടോ? പെങ്ങളെ, പൊന്നാര പെങ്ങളെ കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, എന്റെ പൊന്നാര ഉമ്മ വാപ്പാടെയും ഉമ്മാടെയും ഖബർ അനാഥമാകരുത്. അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും പറഞ്ഞോ റബ്ബി സിദി റബ്ബിർഹംഹുമാ എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പാക്കും ഉമ്മാക്കും കഴിയാത്ത എത്രയോ പേരായി കൂട്ടത്തിലുള്ളത്. അറിയാത്തത് കൊണ്ടല്ലോ, എല്ലാ ദിവസവും പറയണേ. അതാണ് ഈ സ്ഥാപനം പഠിപ്പിക്കുന്നത്, അതാണ് ഞങ്ങളുടെ ഉസ്താദുമാര് പഠിപ്പിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുറം എങ്ങനെയാ ആഖിറത്തിൽ രക്ഷപ്പെടുക, എന്താണ് ചെയ്യേണ്ടത്, മരിക്കുമ്പോൾ എങ്ങനെയാ മരിക്കേണ്ടത്, ഈമാനോടെ മരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ദുനിയാവിൽ എങ്ങനെയാ പാപങ്ങളില്ലാതെ ജീവിക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക, ഒരു മനുഷ്യൻ എങ്ങനെയാ നന്നാവുക, മയ്യത്ത് എങ്ങനെയാ കുളിപ്പിക്കുക, മയ്യത്ത് എങ്ങനെയാ കബറടക്കുക, കബറടക്കി കഴിഞ്ഞാൽ എങ്ങനെയാ ദുആ ചെയ്യുക, പെണ്ണിന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് ഏത് ഭാഗത്ത് നിന്ന്, ആണുങ്ങൾ മരിച്ചാൽ ഏത് ഭാഗത്ത് നിന്ന്, എങ്ങനെയാ മയ്യത്ത് ഇറക്കേണ്ടത്, കഫൻ പൊതിയേണ്ടത് തുടങ്ങി ഇങ്ങനെ എങ്ങനെയാ നിസ്കരിക്കേണ്ടത്, നിസ്കരിക്കുമ്പോൾ ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, മയ്യത്ത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, ശർത്ത് ഫർദ് സർവ ഫിഖ്ഹിയായ കാര്യങ്ങള്, തസവ്വുഫിന്റെ ഏറ്റവും വലിയ ഉന്നതമായ റബ്ബാരാ, അല്ലാഹുവിന്റെ റസൂലാരാ, ഹബീബിന്റെ കുടുംബം എങ്ങനെയാ, ഹബീബിനോടുള്ള ബാധ്യത എങ്ങനെയാ, പടച്ച തമ്പുരാനോടുള്ള ഹക്കുകൾ എന്താ, ഒരു ദിവസം ഇടതടവില്ലാതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഏറ്റവും വലിയ സുന്ദരമായ രീതിയിൽ ചിട്ടയോടുകൂടി അതവോടുകൂടി കൃത്യമായി പഠിപ്പിച്ചു പോകുന്ന ദാറുൽ ഹുസ്ന ദഅ്വാ സെന്റർ എന്ന് പറയുന്ന നമ്മുടെ പുണ്യമായ സ്ഥാപനത്തിൽ നിന്ന് സഹോദരങ്ങളെ, സുന്ദരന്മാരായ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെ ഇവിടെ പടുത്തുയർത്തുമ്പോ ആ പട്ടിമറ്റത്തുള്ളവരെ സന്തോഷിക്കുക, ആനന്ദിക്കുക. കൽബിന്റെ ഉള്ളിൽ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് മുമ്പിൽ വന്നിരുന്ന് കഷ്ടപ്പെട്ട് ദുആ ചെയ്തതിനു വേണ്ടി എല്ലാത്തിനും ഞങ്ങളുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ് കൂടി നിൽക്കുന്ന നിങ്ങളുടെ ഖബറിൽ ഇത് വരാതിരിക്കില്ല. പടച്ചവനെ തൗഫീഖ് തരണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, തൗഫീഖ് തരട്ടെ. അതിനു മുമ്പ് ബക്കറ്റൊന്ന് തന്നു വിട്ടോട്ടെ, ബക്കറ്റും തന്നു വിട്ടോട്ടെ. വേറെ പിരിവൊന്നും വേണ്ടല്ലോ, വേണ്ടല്ലോ, വേണ്ടല്ലോ. നിങ്ങൾ പറ, വേണോ വേണോ? നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല. വേണോ? ഉസ്താദിനോട് ചെയ്യണ്ടെന്നാ പറയാം. നിങ്ങൾക്ക് വേണോ? ബക്കറ്റ് വരെയാണ്. അല്ലാഹു എല്ലാം ഖൈറിലാക്കി തരുമാറാവട്ടെ, അല്ലാഹു എല്ലാം ഖൈറിലാക്കി തരുമാറാവട്ടെ. ആ ബക്കറ്റ് മൂനെ ബക്കറ്റ് ഒന്ന് കൊണ്ടുവരും. 3 സ്വലാത്തില്ല ഇടുമ്പോ എന്റെ വാപ്പാടെ ഖബറിലേക്ക്, എന്റെ ഉമ്മയുടെ ഖബറിലേക്ക് നിയത്ത് വെക്കി. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ വാപ്പമാരുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടും വരുത്തല്ലേ അല്ലാഹ് എന്ന നിയത്തിലിട്. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ വരണം. നമുക്ക് വരൂലേ? നാളെ 5 മണിക്ക് തുടങ്ങും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യവും ഉണ്ട്. എന്താണ് വിശേഷം? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ചൊല്ലുറക്കെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ ലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ കരുണയുള്ള അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, റഹ്മാനായ റബ്ബേ, പാവങ്ങളായ സഹോദരങ്ങൾ അവരിടുന്ന ഓരോ തുട്ടുകളും ഇപ്പോൾ തന്നെ മാതാപിതാക്കളുടെ അരികത്തേക്ക് നീ എത്തിക്കണേ റബ്ബേ. പടച്ചവനെ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, റഊഫായ അല്ലാഹ്, അവരെ മണ്ണറകൾ നീ മണിയറയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്ത് ഞങ്ങളാക്കി ഞങ്ങളെ ഉപ്പയും ഉമ്മയും ഞങ്ങൾക്കെല്ലാം കിട്ടിയപ്പോൾ പലരും ഇന്ന് ഖബറുകളിലാണ്. സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അല്ലാഹു പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി അല്ലാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്ത് പിരിയാം. ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറഞ്ഞ് നിർത്തുകയാണ്. ഉമ്മയും വാപ്പായും മരണപ്പെട്ടാൽ മക്കള് ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. ഉമ്മയും വാപ്പായും മരണപ്പെട്ടാൽ മക്കള് ചെയ്യേണ്ട പറ ബീവിങ്ങളെ, എത്ര കാര്യങ്ങളുണ്ട്? ഏതൊക്കെയാ? ഉമ്മയും വാപ്പായും മരണപ്പെട്ടു. ആദ്യം ഒന്ന് കരയും. ആദ്യം മനസ്സിന്റെ സങ്കടം കൊണ്ടൊന്ന് കരയും. എന്റെ ഉമ്മ വാപ്പ മരണപ്പെട്ടു റബ്ബേ. 3ന്റെ അന്നായി ആ വിഷമങ്ങൾ തഅസിയത്തിന്റെ ദിവസം എന്ന് പറയും. ആ 3ന്റെ ദിവസം നമ്മുടെ ഫാത്തിഹയൊക്കെ ഓതും, നമ്മളൊന്ന് ദുആ ചെയ്യും. 7ന്റെ അന്ന് കുറച്ചുകൂടെ വിപുലമായിട്ട് പരിപാടി നടത്തും. 40ന്റെ അന്നാവുമ്പോൾ എല്ലാരെയും വിളിച്ച് ഒരു പരിപാടി നടത്തും. പിന്നെ ആണ്ടായി, പിന്നെ ഓർക്കുന്നത് ഓരോ ആണ്ടിലുമാണ് എന്റെ വാപ്പാടെ മരണ ദിവസം. മരണം വരെയും അള്ളാഹുവിന്റെ റസൂൽ ഉമ്മാടെ ഖബറി വന്ന് കരഞ്ഞെങ്കിൽ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ഉമ്മാനെയും വാപ്പാനെയും നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഹൽ ബഖിയ മിൻ ബർരി അബവയ്യ ശൈഉൻ നബർറുഹുമാ മിൻ ബഅദി മൗതിഹിമാ. ഉമ്മയും വാപ്പയും പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലാ വന്ന് ചോദിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ്? ഹബീബായ തങ്ങൾ കൊടുക്കുന്നതിന് 5 കാര്യങ്ങൾ നീ ചെയ്യണം സഹോദരാ. ഒന്നാമതായി റസൂലുള്ള പറയാ, അസ്സലാത്തു അലൈഹിമാ, അവരുടെ മേൽ മയ്യത്താതി നിസ്കരിക്കണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ട് പറയാ, അദ്ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ, അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ. മുത്തുനബി തങ്ങൾ പറയാ, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, എന്റെ വാപ്പാക്കും ഉമ്മാക്കും പൊറുക്കണേ അല്ലാഹ്. അതിന് 3-ന് മാത്രമല്ല, 7-ന് മാത്രമല്ല, 40-ന് മാത്രമല്ല സഹോദരങ്ങളെ, മരണം വരെയും അത് പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, അവർ അള്ളാന്റെ ദീൻ പഠിച്ചിട്ട് അവർ ഖബറിൽ വന്നാൽ ചെയ്യുന്ന ദുആ എന്തെന്നറിയുമോ? അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫീ. അറബിയിൽ അങ്ങ് ദുആ ചെയ്യുമ്പോ പ്രിയമുള്ളവരെ സഹോദരങ്ങളെ, അവരങ്ങ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടാ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുക. ഹാഫിളായ പൊന്നുമോനെ വളർത്തിയ ഉമ്മാടെ കഥ അറിയുമോ? ഹാഫിളായ പൊന്നുമോനാ, ഭർത്താവ് മരണപ്പെട്ടു പോയി സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ ദീൻ പഠിപ്പിക്കുമ്പോ ആ ദീൻ പഠിക്കുന്ന ഒരു ആലിമാകണമെന്ന് വയറ്റിൽ കിടന്നപ്പോഴേ ആഗ്രഹിച്ചതാ. ഭർത്താവ് പോയിട്ടും ആ പൊന്നാര മോനെ വളർത്തി വലുതാക്കി ഒരു ഹാഫിളാക്കി. അല്ലാഹ്, ഹാഫിളായി പൊന്നുമോൻ ഇറങ്ങുന്ന ദിവസമാണ് ഉമ്മാടെ കൽബിനൊരു വേദന വരിക. സുബ്ഹാനല്ലാഹ്, ഹാഫിളായി വീട്ടിൽ വന്ന പൊന്നുമോൻ കാണുന്നത് ഉമ്മാടെ ഈ സുബ്ഹാനല്ലാഹ്, ഉമ്മ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാ. ഈ ദുനിയാവിനോട് വിട പറഞ്ഞോ ഉമ്മ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പൊന്നുമോൻ
ഉമ്മയെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ട് കിടത്തി കബറടക്കിയിട്ട് എല്ലാവരും പിന്തിരിഞ്ഞു പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ പഠിച്ച പൊന്നുമോനാ ഒരെണ്ണം അങ്ങനെ ഉണ്ടായെങ്കിൽ എന്ന ആഗ്രഹം കൽബിൽ വരുന്നുണ്ടോ പെങ്ങളെ? ഒരെണ്ണം അങ്ങനെ ആയിരുന്നെങ്കിൽ പല സഹോദരിമാരും വിളിച്ച് പറയാറുണ്ട്, അങ്ങനെ ഒന്നാവാൻ ദുആ ചെയ്യണേ ഉസ്താദ്, വിട്ടിട്ട് പരിപൂർണമായിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു ആലിമായ പൊന്നുമോനുണ്ടായാ കിട്ടുന്ന ഗുണമാ. ഹാഫിളായ പൊന്നുമോൻ എല്ലാവരും പോയപ്പോ ഖുർആൻ എടുത്തുകൊണ്ടും അവന്റെ ഖബറിന്റെ അടുക്കലിരുന്ന പൊന്നുമോൻ ഖുർആൻ ഓതുകയാ. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പോയി ഉസ്താദുമാര് മാറി നിൽക്കുമ്പോ പൊന്നുമോൻ ഖബറിന്റെ അടുത്തിരിക്കുകയാ. ഓടി വന്ന് കൈ പിടിച്ചപ്പോ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്താദ്, എന്നെ ഖുർആൻ പഠിപ്പിച്ച, എല്ലാം വിറ്റുകൊണ്ട് എന്നെ ദീൻ പഠിപ്പിച്ച പൊന്നാര ഉമ്മയാ, ഇന്നെന്റെ ഉമ്മ ഒറ്റയ്ക്കാ, അതുകൊണ്ട് ഞാൻ വരൂല്ല എന്ന് പറയാൻ കൽബിൽ ഖുർആൻ ഉള്ളത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞത്. ഇന്ന് അബ്ദുല്ലാ ഉസ്താദിന്റെ പൊന്നുമോൻ അൽതാഫ് ഖുർആൻ മനപ്പാഠമാക്കിയപ്പോ നാളെ അല്ലാഹു ആ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഖബറിൽ പോയി കിടക്കുന്ന ഉസ്താദിന്റെ ഖബറിൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? താജുൽ ലിൽ ഔലാദ്. ആ പൊന്നുമോൻ കാരണം അല്ലാഹു ഖുർആന്റെ കിരീടം അണിയിച്ചു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മൾ പഠിച്ചോ, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യ്, ഇസ്തിഗ്ഫാർ ചെയ്യൂ. വയും ഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ. വാപ്പാടെ ഉമ്മാടെ കൂട്ടുകാരി അവരെ കരാറുകൾ പാലിച്ച് അവർ കൊടുക്കാനുള്ള കടങ്ങൾ, പൈസയുടെ സാമ്പത്തികമായ ശാരീരികമായ എല്ലാ ബാധ്യതകളും വീട്ടിയിട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വസിലത്തുർ റഹിമില്ലതി ലാ തുസലു വഇക്റാമു സ്വദീഖിഹിമാ. അവരെ കുടുംബങ്ങളിലുള്ളവരെ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് മാതാപിതാക്കളുടെ കൂട്ടുകാരെ ബഹുമാനിച്ചു കൊണ്ടുമാവണം. ഉമ്മയും വാപ്പയും മരണപ്പെട്ടാൽ നീ എല്ലാ ബാധ്യതയും പാലിക്കണമെങ്കിലോ അതറിയുന്ന ഒരാളും നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോൾ ദുആ ചെയ്യാ. അല്ലെങ്കിൽ ഒരു പൊന്നുമോനെ വളർത്തി വലുതാക്കാനുള്ള ചെലവ് കൊടുത്ത് ഒരു പൊന്നുമോനെ ഇൽമു പഠിപ്പിക്കാൻ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഹദിയ കൊടുക്കൂ. അവൻ പഠിക്കുന്ന ഇൽമ്, അവൻ പഠിപ്പിക്കുന്ന ഇൽമ് ഖബറിൽ ഇങ്ങനെ ഒഴുകട്ടെ സഹോദരങ്ങളെ, ജാരിയായ സ്വതഖയാ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിൽ അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ നല്ല നല്ല ആലിമീങ്ങളെ തരണേ അല്ലാഹ്. നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ സ്വാലിഹായ അമലായി കബൂലാക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എനിക്കൊരാഗ്രഹമുള്ളത്, നമ്മുടെ ഞാൻ പിരിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ഈ സ്ഥാപനം നമുക്കൊന്ന് കെട്ടിപ്പടുത്തെടുത്ത് നല്ല രീതിയിൽ ഉഷാറാക്കി ഒന്ന് കൊണ്ടുവന്ന് ധാരാളം മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നുണ്ടെങ്കിലും എല്ലാവരെയും പഠിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല, പരിമിതിയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് നല്ല രീതിയിലാക്കണം. നാളെ സനദ്ദാന സമ്മേളനത്തിന് എല്ലാവരും ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഉസ്താദിലേക്ക് കൈമാറുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു 10 തേനുണ്ട്.